പരിപാടി നിർവഹിക്കാൻ ഞാനും ഞങ്ങളുടെ ജനപ്രതിനിധികളും നിങ്ങളുടെ കൂടെ, UDFന്റെ കൂടെ, നിങ്ങളുടെ നാടിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാഹ് പിന്നീട് സംസാരിക്കാം. സിദ്ദീഖ് അലി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർക്ക് വേണ്ടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടിയുടെ സമാപനവും ഇതുപോലൊരു കരിംക വയ്യ പറയുന്നത് അതാണ്. ആ ഒരു ഓർമ്മയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്ന സമയത്ത് അവിടെ നമ്മുടെ ചെറിയ കുട്ടികൾ വളണ്ടിയർമാർ തടഞ്ഞ സമയത്ത് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ഗസ്റ്റാണോ ചോദിച്ചു. അതെ, ഞാൻ ഗസ്റ്റാണ്. അപ്പോൾ ചെറിയൊരു കുട്ടി ഇങ്ങനെ നോക്കി തന്നു, നിങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണ്. നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ ഈ റോഡ് നിങ്ങൾ കാണണം കേട്ടോ കുട്ടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി ഇവിടെ നിർത്തിയാൽ റോഡിന്റെ പ്രശ്നം ഉണ്ടോ ചോദിച്ചാൽ, നിങ്ങൾ പോയിക്കോളി, പക്ഷെ റോഡ് നിങ്ങൾ കാണണമെങ്കിൽ അവിടുത്തെ വണ്ടിയായിട്ട് പോയിക്കോളി എന്ന് പറയുന്ന ചെറിയ കുട്ടികളാണ്. അങ്ങനെ വളരെ നല്ല ഒരു പരിപാടിയായിട്ടും ഈ കുട്ടികളുടെ പ്രതികരണമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ബോധം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, കൃതജ്ഞത. വോട്ട് രേഖപ്പെടുത്തിയവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടി. ഇനി ആരെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൂടി ഇവിടെ രേഖപ്പെടുത്തിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ മുൻഭാഗത്ത് ഒരുപാട് സീറ്റുകൾ, ഇടയിൽ ചില സീറ്റുകൾ ഒഴിവുണ്ട്. കുറച്ചൊന്ന് മുന്നോട്ട് അഡ്ജസ്റ്റ്, ബാക്കിൽ ആൾക്കാർ, റോഡിലെ ആൾക്കാർക്ക് മുന്നോട്ട് കയറിയിരിക്കാം. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷമീന കാഞ്ഞിരാല നമ്മളോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട UDFന്റെ നേതാക്കളെ, സുദീർഘമായൊരു സംസാരത്തിന് സമയമില്ല. ഇത് 2ാം തവണയാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അമരത്തിരിക്കാൻ പ്രസ്ഥാനം എന്നെ ചുമതലപ്പെടുത്തുന്നത്. ഞാൻ ആദ്യം മത്സരിക്കുന്നത് എൻ്റെ വീട് നിലകൊള്ളുന്ന എൻ്റെ സ്വന്തം വാർഡിലായിരുന്നു. ഇത്തവണ മത്സരിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ വാർഡ് മാറി മത്സരിക്കുന്നത് കൊണ്ടുണ്ടായേക്കാവുന്ന പല പ്രയാസങ്ങളും, പല രീതിയിലും പല അഭിപ്രായങ്ങളും പലരും എന്നെ അറിയിച്ചിരുന്നു. എന്നാൽ വാർഡ് മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ വാർഡിന്റെ വലിപ്പവും ചെറുപ്പമോ ഒന്നും മത്സരിക്കുന്നതിനൊരു മാനദണ്ഡമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വാർഡിലെ തെരഞ്ഞെടുപ്പിലൂടെയാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന അന്നു മുതൽ തന്നെ ഈ വാർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് UDFന്റെ വളരെ വലിയൊരു ടീം തന്നെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ വാർഡിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകര്, അതുപോലെ തന്നെ UDFന്റെ നേതാക്കള്, മുതിർന്ന നേതാക്കള്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകര്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വനിതാ സഹോദരിമാര്, നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSF, KSU, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് തല നേതാക്കന്മാര്, ഇവിടെ എല്ലാവരുടെയും കഠിനമായൊരു പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു വാർഡിൽ ഇത്തരത്തിലുള്ള ഒരു വിജയം നേടാനായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വോട്ടർമാര്, അവരുടെ രാവും പകലുമുള്ള കഷ്ടപ്പാട് തന്നെയാണ് ഇന്ന് ഈ ഒരു അംഗീകാരം എനിക്ക് ലഭിച്ചത്. അതിൻ്റെ എല്ലാവിധ നന്ദിയും, ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ വാർഡിന്റെ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള സമയവും കാലവും ക്ഷീണവും നോക്കാതെ 24 മണിക്കൂറും രാവ് പകലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ UDFന്റെ പ്രവർത്തകരെ, വിശിഷ്യ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിക്കൊണ്ടുള്ള പോരൂർ അലിയാക്ക, അതുപോലെ തന്നെ ഇബ്രാഹിംക, നാണിയാക്ക, ജംഷാദ്, കുഞ്ഞാപ്പു, അതുപോലെ തന്നെ റിയാസ്, സുബൈർ പോലുള്ള ധാരാളം പ്രവർത്തകരുടെ ഒരു കർമ്മനിരതമായിട്ടുള്ള ഒരു കാവൽ ഭടന്മാരായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ ആവാത്തത്ര നന്ദിയും കടപ്പാടും ഹൃദയപൂർവ്വം ഞാൻ ഈ ഒരു അവസരത്തിൽ നേരുകയാണ്. ഈ ഒരു നന്ദി വാക്കുകൾ കണ്ട് കേവലം ഒതുക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് എനിക്കൊരു അവസരം ലഭിച്ചപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ പല സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു വാർഡിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും മൊത്തത്തിലുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഉണ്ടാവുക മാത്രമല്ല, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സേവന പ്രവർത്തനങ്ങളുമായിട്ട് ഗ്രാമ, ബ്ലോക്ക്, ജില്ല, അതുപോലെ തന്നെ MLA, MP, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ഫണ്ടുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാരും ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട് എന്ന് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് സർവശക്തൻ നമ്മളെല്ലാവരെയും തുണക്കട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് മേപ്പാടം വാർഡായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചു. അതിൽ മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട രാങ്ങാട്ടൂർ സാഹിബിന് ഇപ്രാവശ്യം വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് തരികയും വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ബഹുമാനപ്പെട്ട രാങ്ങാട്ടൂർ സാഹിബിനെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് ആദരവോടെ ക്ഷണിക്കുന്നു. തന്റെ നർമ്മം കലർന്ന വാഗ്വിലാസം കൊണ്ട് സമകാലിക രാഷ്ട്രീയത്തിന്റെ മർമ്മം പറഞ്ഞ് സംഘി സഖാക്കളുടെ പൊള്ളത്തരങ്ങളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അനുഗ്രഹീത പ്രഭാഷകൻ ബഹുവന്യരായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബിനെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മമ്പാട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പ്രിയങ്കരിയായ ഷമീന കാഞ്ഞിരാലക്കും വ്യത്യസ്ത വാർഡുകളിൽ നിന്നും ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളിൽ നിന്നുമൊക്കെയായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും നൽകി വരുന്ന ഓപ്പറേറ്റർ മൈക്കുന്നടുത്ത് ഈ മഹത്തായ സ്വീകരണ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട KP ഇസ്മായിൽ, വേദിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതനും ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറുമായ പ്രിയപ്പെട്ട KT അജ്മൽ, അതുപോലെ വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുൽ കരീം സാഹിബ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റസാഖ്, അതുപോലെ സഹോദരന്മാർ ശ്രീധരൻ, മുഹമ്മദ് അലി, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് സിദ്ദീഖ് അലി, അതുപോലെ വേദിയിൽ പ്രിയപ്പെട്ട നേതാക്കൾ മുഹമ്മദ് അലി കാമ്പ്രത്ത്, പ്രിയപ്പെട്ട അമാനുള്ള, അക്ബർ ഇബ്രാഹിം, മുസ്തഫ KP ജംഷാദ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ഇതിൻ്റെ സംഘാടകൻ പ്രിയപ്പെട്ട റഹീം, അതുപോലെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ജനാധിപത്യ ചേരിയുടെ മുന്നണി പോരാളികളായ കർമ്മഭടന്മാരെ, UDFൻ്റെ സേവകരായ വോട്ടർമാരെ, നാട്ടുകാരെ, മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിജയം വിളിച്ചറിയിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ നിറഞ്ഞു നിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് മുമ്പാകെ ഇന്ന് എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷമാണ് ഈ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. 18 പേരാണ് UDFൻ്റെ ഭാഗത്തുള്ളത്, 4 പേര് അപ്പുറത്ത്. നമ്മൾ അറിയണം, ഈ വാർഡ് വരഞ്ഞുണ്ടാക്കിയത് LDF ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ തണലിലാണ് വാർഡുകളെ ചിട്ടപ്പെടുത്തിയത്. അതിന്റെ പരിധിയും പരിമിതിയും നിശ്ചയിച്ചത് അവരാണ്. അവർക്ക് എങ്ങനെ ജയിക്കാം എന്ന പരുവത്തിലായിരുന്നു അവർ വാർഡുകളൊക്കെ വെട്ടിമുറിച്ചത്. കേരളത്തിൽ മുഴുക്കെ അങ്ങനെയാണ്, വിശിഷ്യ മമ്പാടും അത് നടന്നു. ഒരു വാർഡിന്റെ തലയും മറ്റൊരു വാർഡിന്റെ വാലും ചേർത്തിയാണ് പല വാർഡുകളെയും അവർ രൂപാന്തരപ്പെടുത്തിയെടുത്തത്. ചുരുക്കത്തിൽ അതിന്റെ ഗ്രാഫ് കണ്ടാൽ, ആ വരഞ്ഞ കോലം കണ്ടാൽ, അത് വരച്ച ലൈന് പോയാൽ അതിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആശുപത്രിയിലൊക്കെ ECG എടുത്ത ഒരു പരുവത്തിലായിരുന്നു വാർഡുകളെ അവർ സംവിധാനിച്ചിരുന്നത്.
അവിടെയാണ് നമ്മൾ മത്സരിച്ചത്. പിന്നെ പല സ്ഥലത്തും സഖാക്കൾ സ്വന്തം ചിഹ്നം മറന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ലോക്കൽ സെക്രട്ടറിക്ക് അരിവാളില്ല, ബ്രാഞ്ച് സെക്രട്ടറിക്ക് അരിവാളില്ല. ഇവിടൊക്കെ അരിവാളുമായി ഇറങ്ങിത്തിരിച്ചവരുടെയൊക്കെ കഥ നിലംപരിശാക്കി പല സ്ഥലത്തും ഭൂരിപക്ഷ വാർഡുകളിലും. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാർ മത്സരിച്ചതൊക്കെ സ്വതന്ത്ര വേഷത്തിലായിരുന്നു. അവർക്ക് അവരുടെ ചിഹ്നം വേണ്ട എന്നൊരു തോന്നൽ ഉളവായിരിക്കുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം അവർ പണയം വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഒരുക്കി തൂക്കി വിറ്റു എന്നതാണ് ശരി. കൊടുവള്ളി നഗരസഭയിൽ 37 വാർഡുകളാണ്. 28 ഇന്നു മുതൽ ആ പാർട്ടി പൊട്ടുന്ന കുപ്പിദാസന് ചിഹ്നമായത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കപ്പ് ശ്വാസർ, തൊട്ടാൽപ്പെട്ട ബൾബ്, അങ്ങനെ കല്ല്, കരട്, കാലിര കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പ് വരെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചിഹ്നങ്ങളായിരുന്നു. പല സ്ഥാനാർത്ഥികളുടെയും പേര് കണ്ടപ്പോൾ തന്നെ ഭൂരിപക്ഷം വോട്ടിനാണ് അവരെ പിറകോട്ട് തള്ളിയത്. അതേ കൊടുവള്ളിയിൽ വലിയ ഗീർവാണ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമുക്കെതിരെ ആ കുപ്പി ഗ്ലാസ് അടയാളത്തിൽ മത്സരിച്ചവര് ഒക്കെ തോറ്റുപോയി. ഫൈസൽ കാരാട്ട്, അതുപോലെ റസാഖ് കാരാട്ടിന്റെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഈ ഫൈസൽ കാരാട്ട്, റസാഖ് കാരാട്ട് എന്ന് കേട്ടപ്പോൾ നാട്ടുകാർക്ക് തോന്നിയത് പ്രകാശ് കാരാട്ടിന്റെ മുത്താപ്പാന്റെ മക്കളാ എന്ന് തോന്നിയപ്പോൾ അവരെയും തോൽപ്പിച്ചു. അപ്പൊ അരിവാളിനോട് അലർജി, പാർട്ടി നേതാക്കളുടെ പേരിനോട് അലർജി, ചെങ്കൊടിയോട് അലർജി. ഈ തെരഞ്ഞെടുപ്പിൽ ചെങ്കൊടി ജയിച്ചാൽ ചെങ്കൊടി, ഇല്ലെങ്കിൽ കൊടിയില്ലാത്ത പ്രകടനങ്ങളായിരുന്നു. പിന്നെ അപവാദങ്ങളായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ. ജാതി കാർഡ് കൊണ്ടുള്ള കളി, പാഷാണം വർക്കിയെ പോലെ ഓരോ വീട്ടിലും ഓരോ കോലത്തിലായിരുന്നു പ്രചരണം നടത്തിയിരുന്നു. അത് ഇവര് നിർത്തിയിട്ടില്ല. ഈ തോൽവിയൊക്കെ വന്നിട്ടും ഇവരത് സമ്മതിച്ചിട്ടില്ല. ഈ പഹയന്മാരെ തോൽപ്പിക്കാനല്ല പണി മക്കളെ, തോറ്റു എന്ന് സമ്മതിച്ചു കിട്ടാനാ പണി. CPI പറഞ്ഞു ഞങ്ങൾ വീണാൽ വീണു എന്ന് പറയും, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി വീണു എന്ന് പറയില്ല. അവർക്കൊരു ഭാഷ ഉണ്ട്. അവര് വീണു എന്നതിന് ഇങ്ങനെ പറയാ: വലതുകാലിന്റെ സ്വാധീന ശക്തി വാനലോകത്തേക്ക് ഉയരുകയും ഇടതുകാലിന്റെ സ്വാധീനം ഭൂഗുരുത്വ ആകർഷണ ബലമായി പാതാളത്തിലേക്ക് താഴുകയും അങ്ങനെ ശാരീരിക ഘടനയുടെ സന്തുലിതാവസ്ഥ തെറ്റുകയും ചെയ്യുമ്പോഴുള്ള സ്വാഭാവികമായ വ്യതിയാനങ്ങളുടെ ഭാഗം, അതിനാണ് നമ്മൾ ഇരിക്കക്കുത്തനെ വീഴുക എന്ന് പറയുന്നത്. അപ്പൊ അവര് പറയില്ല അങ്ങനെ. നമ്മൾ ഈ നാട്ടില് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം നൽകും. ഇപ്പൊ ഇന്നെന്താഴ്ച? ബുധനാഴ്ച. RSS തൊട്ട് SDPI വരെയുള്ളവരെ ചാനലിൽ ഇങ്ങനെ ഇരുത്തി എല്ലാരോടും ചോദിച്ചു നോക്കുക, ഇന്നെന്താ മക്കൾ, എന്താഴ്ച? എല്ലാരും പറയും ബുധനാഴ്ച. CPM അങ്ങനെയല്ല പറയാം. CPM പറയാ ചൊവ്വാഴ്ചക്ക് ശേഷം വരുന്നതും വ്യാഴാഴ്ചയുടെ തലേ ദിവസമുള്ളതുമായ ഒരു രാപ്പകൽ എന്ന് പറഞ്ഞിട്ടാണ് അവര് സംസാരിക്കുക. പിട്ടിലേക്ക് തേങ്ങ ഇടും. നമ്മളോട് ചോദിച്ച പിട്ടിലേക്ക് എന്താ ഇടുക? തേങ്ങ. ഇവരങ്ങനല്ല പറയാ. പുറത്ത് ചകിരിയുള്ള, ചകിരിക്കകത്ത് ചിരട്ടയുള്ള, ചിരട്ടക്കകത്ത് വെള്ളമുള്ള, കഴമ്പുള്ള സാധനം, അതന്നെയാണ് ഈ തേങ്ങ. ഇപ്പൊ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ ഒരു പുതിയ തന്ത്രങ്ങൾ, അനങ്ങിയ ജമാഅത്തെ ഇസ്ലാമി. ആരെവിടെ ജയിച്ചാലും ജമാഅത്തെ ഇസ്ലാമി. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ ജയിച്ചപ്പോഴും പറഞ്ഞു പാണക്കാട്ട് തങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിയ കച്ചവടത്തിന്റെ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. എന്നിട്ട് ഇവര് ചെയ്യുന്ന പണി എന്താ? അതേ രാഹുൽ ഗാന്ധി ജയിച്ചത് ജമാഅത്തിന്റെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതേ രാഹുൽ ഗാന്ധിയെ നേരെ മധുരയിൽ കൊണ്ടുപോയിട്ട് അരിവാളിന് വോട്ട് ചെയ്യിക്കുക. ഇല നക്കൽ ഒരു തെറ്റാണെങ്കിൽ ഇല നക്കിയവന്റെ ചിരി നക്കൽ അതിനേക്കാൾ വലിയ തെറ്റല്ലേ സഖാക്കളെ? അവിടെ രാഹുൽ ഗാന്ധി മധുരയിൽ ഹലാല,
ഇവിടെ രാഹുൽ ഗാന്ധി ഹറാമാണ്. ചില സ്ഥലത്ത് കോൺഗ്രസിന്റെ ഒപ്പം, ചില സ്ഥലത്ത് കോൺഗ്രസിനെതിരെ, ചില സ്ഥലത്ത് രണ്ടിനും നടുവില്, ചില സ്ഥലത്ത് എല്ലാവർക്കും എതിര്, ചില സ്ഥലത്ത് ആരപ്പൂല്ല. നമ്മൾ ഈ ക്ലോക്ക് നേരാക്കുന്ന കടയിൽ പോയ പോലെ, ക്ലോക്ക് നേരാക്കുന്ന കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലതിൽ 3 സൂചിയും കൂടി 6ലേക്ക് തൂങ്ങിയിട്ട് ചിലയിൽ 8 സൂചിയും കാണാൻ സാധിക്കില്ല. സഖാക്കൾ യഥാർത്ഥത്തിൽ ഒരു നിലവാരമുള്ള നിലപാട് സ്വീകരിക്കൂല. കോൺഗ്രസ് മുക്ത ഭാരതം അതായിരുന്നു ലക്ഷ്യം. ഇന്ന് ഈ നാട് ആ ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വല്ലതും വരാനുണ്ടോ? ഇന്നതേ തിന്നാവൂ, ഇന്നതേ ധരിക്കാവൂ, ഇന്നതേ പറയാവൂ. വിദ്യാഭ്യാസം പൊന്നു മക്കളുടെ സിലബസ് വരെ നരേന്ദ്രമോദി തീരുമാനിക്കുന്ന പരുവത്തിലേക്കായി കഴിഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും സംജാതമായി. അതിൽ ഒപ്പിടാൻ പറഞ്ഞയച്ചത് വിദ്യാഭ്യാസ മന്ത്രിയെ. അയാൾ പോയി ഒപ്പിട്ട് വന്നു. ഞാൻ ഒപ്പിട്ട് കാണുന്നു. എന്താ PM ശ്രീ? ഈ സാധുവിന്റെ വിചാരം ഈ കുടുംബശ്രീയുടെ നാത്തൂനാണ് ഈ PM ശ്രീ എന്ന് ആ സാധു ധരിച്ചു പോയി. ഇപ്പോ ഈ നാട് അപകടകരമായ ഒരു ഭീഷണിയെ ഭയക്കുകയാണ്. ആ സമയത്ത് അതിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് ഈ ജമാഅത്ത് ആരോപണം. UDF എങ്ങാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈയാളാണ് മന്ത്രി ബാലൻ. അങ്ങനെ ജമാഅത്ത് പറഞ്ഞ് അവസാനം ബാലൻ ഒരിക്കൽ അറിയാതെ പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ജമാഅത്ത് ഒന്നാകെയാണ് ഇപ്പൊ കേരളത്തിൽ. കാന്തപുരം APO ബൂക്കർ മുസ്ലിം അതാ ഒരു ജമാഅത്തേറ്റ് പോണത്. അത് കേരള മുസ്ലിം ജമാഅത്താണെന്ന് ഈ പോയത്തക്കാരന് അറിയില്ല. ജമാഅത്ത് എന്ന് കേട്ടപ്പോ അയാൾ അതിന്റെ പിന്നാലെ കൂടി. കണക്കിന് പോയാൽ ഈ മാർക്സിസ്റ്റുകാരെ കൺമുമ്പ് കൂടി ഇഷാന്റെ ജമാഅത്തിന് വരെ പോകാൻ പേടിയിരിക്കുന്നു. അതാ പോണി ജമാഅത്തിന്. ജമാഅത്ത് എന്ന് കേൾക്കുമ്പോ ഇവരെ വിചാരം അതാണ്. അത് മുമ്പ് 10ാം ക്ലാസ്സിൽ DEO വന്ന് DEO എല്ലാ മക്കളോടായി പറഞ്ഞു, സ്റ്റാൻഡപ്പ് ആൾ ഓഫ് യു, എല്ലാവരും എഴുന്നേറ്റിരിക്കണം, എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. സിറ്റ് ഓൺ ദയർ. ഒന്നാമതിരിക്കുന്ന ക്ലാസ് ലീഡറോട് ചോദിച്ചു, രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാണ്? ചെറുക്കൻ പറഞ്ഞു, ഞാൻ അറിയില്ല, ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. മൊത്തം കുട്ടികളോടായി ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അറിയോ? എല്ലാവരും പറഞ്ഞു, സാർ ഞങ്ങൾ ആ വക ഏർപ്പാടിനൊന്നും പോകുന്നവരല്ല, ഞങ്ങളൊരു പ്രശ്നത്തിന്റെ ടീമല്ല. മനമെടുത്ത DEO ആരാ നിങ്ങളെ പഠിപ്പിക്കുന്ന മാഷ് എന്ന് വിളിച്ചിട്ട് അയാളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയാൾ വന്നു. അയാളോടായി ചോദിച്ചു, നിങ്ങളെ കുട്ടികൾ മഹാകഷ്ടമാണ്, എന്താ സാറ്? DEO പറഞ്ഞു, രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാന്നുള്ള ചോദ്യത്തിന് നിങ്ങളെ കുട്ടികൾ പറയുന്ന ഉത്തരം ഇതാണ്. ഉടനെ മാഷ് പറഞ്ഞു, അവരത്ര മോശക്കാരൊന്നല്ല, ഇവിടെ സ്കൂളിന്റെ ടാപ്പ് പൊട്ടിച്ചത് അവരാണ്, ഇവിടെ പച്ചക്കറി കേട്ടിരുത്തിയത് അവരാണ്, നന്നായി ചൂരിലെടുത്ത് പഠിച്ചാൽ സത്യം പോലും പറഞ്ഞോടായില്ല, അമ്മാതിരി ഗുരുത്തം കെട്ടവരാണ് അവര്. ആര്? മാഷ്. സഹിക്ക വയ്യാതെ മാനേജറെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു DEO. മാനേജർ വന്നപ്പോ ചോദിച്ചു, എന്താ സാർ പ്രശ്നം? നിങ്ങളെ കുട്ടികളും കണക്കാണ്, മാഷ് അതിനേക്കാൾ കണക്കാണ്. രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഇതാ ഉത്തരം. മാഷ് പറഞ്ഞ അതിനേക്കാൾ അപകടം, ഇവർക്ക് ഇതൊന്നും അറിയില്ല. ഉടനെ മാനേജർ DEOനെ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതൊരു പ്രശ്നമാക്കണ്ട, ആ വില്ലിന് എത്ര വരണിച്ച് നമുക്ക് PTF ഉണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂന്നാ. ആര് ചോദിച്ചു? മാനേജർ. അപ്പൊ എല്ലാം കണക്കാണ്. ഇപ്പൊ ബാലന്റെ ഈ തോന്നൽ അതാണ്. എന്നിട്ട് അത് കാട് കടന്നു പോയി. അപ്പൊ അയാൾക്ക് വല്ലാത്ത താളപ്പിഴ വന്നു എന്ന് ഉറപ്പായി. അപ്പൊ ബാലൻ പറഞ്ഞു, ഞാൻ എവിടെ വളർന്നതാന്നറിയോ? ഞാൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ അത്ഭുതപ്പെടാണ്. കമ്മ്യൂണിസ്റ്റുകാരാ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് പടച്ചവനെ കൊണ്ട് വിശ്വസിക്കല, അതുപോലും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളെ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാകുക. ഈ പിണറായി വിജയന് ഈശ്വരനിൽ വല്ല വിശ്വാസമുണ്ടോ? ഇല്ലല്ല. കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. അതാണ് നിങ്ങൾ അറിയേണ്ടത്. പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാ? നിങ്ങൾക്ക് എന്തു ആവാം. ആരാന്റെ കുടിക്കടം മുഴുവൻ നടന്ന് പകർത്തണം. പക്ഷെ നിങ്ങളെ പറ്റി ആർക്കും ഒന്നും പറയാൻ പാടില്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച എന്താ? ധൻരാജ് എന്ന പേരുള്ള ഒരു സഖാവായ ഒരു മനുഷ്യന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച മുതല് പാർട്ടിയുടെ MLA
കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു സഖാവ് പുറം ലോകത്ത് പറഞ്ഞപ്പോഴേക്ക് ഇന്നലെ അയാളെ വീടിന്റെ മുന്നിൽ പൊട്ടിച്ചു. ആ വീട് വളഞ്ഞു. ഇവിടെ കോൺഗ്രസ് ഇല്ലേ, ലീഗില്ലേ, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, കണ്ട കാഴ്ച. വടകരയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്ന പെണ്ണിന്റെ വോട്ട് മാറിപ്പോയി. ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. RJD സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന സ്വന്തം മുന്നണിയിലെ ആ സ്ത്രീയുടെ വീടിന്റെ വാതിൽക്കൽ ബോംബ് വെച്ചു ഈ കാട്ടുകള്ളന്മാർ. ഇന്ന് നമ്മളത് എത്ര അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തുപ്രങ്കോട് പഞ്ചായത്തിലുണ്ട്, അഗളി, പാലക്കാട് സഹോദരിമാര് പുതിയതായി ജയിച്ചു വന്ന സാധുക്കള് ഒപ്പിടാതെ പോയ കാരണത്താൽ അസാധുവായി പോയത്. അവിടെ നമ്മളാരും ബോംബ് വെച്ചില്ല. ഈ പാർട്ടി ഏതാണ്? തൊടുപുഴ നഗരസഭയിലാണ് നമ്മൾ കണ്ട കാഴ്ച. ഉപ്പ മരിച്ച ഒരു കുട്ടി, 16 വയസ്സുകാരൻ, അവന്റെ ഉമ്മാക്ക് LDF കൊടുത്ത അടിച്ചു വാരാനുള്ള ജോലി, സ്വീപ്പർ പോസ്റ്റിൽ ബാങ്കിൽ കൊടുത്ത ജോലി. 16 വയസ്സായ കുട്ടി ആ നാട്ടിൽ ജയിച്ച UDFന്റെ ജാഥയെ പോയി എന്നുള്ള കാരണത്തെ അമ്മാനെ പിരിച്ചു. നമ്മളീ നിലമ്പൂര് ചിറ്റഴി എന്ന് പറയുന്നൊരു വാർഡ്, അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വന്നിട്ട് LDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഉമ്മാനോടും അമ്മനോടൊക്കെ പോയി പറയണോ അരിവാളിനും കൊടക്കും വോട്ട് ചെയ്യാം. ഒന്ന് കൊടേന്റെ ചിഹ്നം, ഒന്ന് അരിവാളാണ്. എന്തായാലും ഞങ്ങൾക്ക് തരികയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ നല്ലൊരു ബോൾ വാങ്ങി തരാൻ ബോൾ വാങ്ങി കൊടുത്തു. ചിറ്റഴി വാർഡിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാർഡ് 19 തോന്നുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ ഒരു പ്രചരണത്തിന് പോയത് ഓർക്കുന്നു. അവിടെ UDF ജയിച്ചു. കാരണം കുട്ടികളമ്മമാര് പറഞ്ഞത് എന്താണെന്നറിയാം, പന്ത് കിട്ടിയതിനൊന്നും വോട്ട് LDFന് ചെയ്യാൻ പറ്റില്ല. 9 കൊല്ലമായിട്ട് പിണറായി നമ്മളെ പന്ത് കെട്ടി കളിക്കുകയാണ്. കൊടയനുമ്മ ചിഹ്നം എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞ്, മോനെ കേരള ഭരണത്തിൽ പൊരി വെയിലത്തെ ഞങ്ങൾ കൊടണ്ടായിട്ട് കാര്യമില്ല. അവിടെ UDF ജയിച്ചു. ഇവര് ചെയ്ത പണി എന്താണെന്നറിയാം, റിസൾട്ട് അറിഞ്ഞേക്ക് LDF തോറ്റു എന്ന് അറിഞ്ഞപ്പോ നേരെ പെരയിൽക്കും ഓഫീസിലേക്കും അല്ല പോയത്, നേരെ ആ ഗ്രൗണ്ടിൽ പോയിട്ട് ആ മക്കൾ ഇരുന്ന് ആ ബോൾ എടുത്തുകൊണ്ട് ഇവര് ചിറ്റഴി പാടില്ല. കണ്ണിൽ ചോരയില്ലാത്ത പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ലാതെ നിങ്ങളെ പറ്റി ഞങ്ങൾ എന്താ പറയാ? നിങ്ങൾക്ക് ഉറക്കാത്ത കയ്യില്ല, നിങ്ങൾ എന്തും പറയും. അതാണ് നേരത്തെ KT അജ്മൽ ഞാൻ വരുമ്പോ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. തൊട്ടാൽ പൊട്ടുന്ന വർഗീയതയാ പറയുന്നത്. കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മരുന്ന് ഉണക്കാനിട്ട സ്ഥലത്ത്, ഏത് മരുന്ന്? വൈദ്യശാലയിലെ മരുന്നല്ല, വെടിമരുന്ന് ഉണക്കാനിട്ട സ്ഥലത്ത് അലസമായി ബീഡി വലിക്കുന്ന ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരാളുടെ പരുവത്തിലാണ് ഇന്ന് CPM ഈ നാടിനെ കൈകാര്യം ചെയ്യുന്നത്. തൊട്ടാൽ പൊട്ടുന്ന അവസ്ഥ. ജാതി പറയാ, ഓരോരുത്തരും അതിനായിട്ട് വിട്ടിരിക്കുകയാണ്. ഒന്നൊരു ഒറിജിനൽ വെള്ളാപ്പള്ളി, ഒന്ന് ക്രിസ്തീയ സമുദായത്തിലൊരു വെള്ളാപ്പള്ളി, സജി ചെറിയാൻ, പിന്നെ നമ്മളെ കൂട്ടത്തിലൊരു വെള്ളാപ്പള്ളി ഉണ്ടാവും വളാഞ്ചേരി. ഈ മൂന്നും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അവരോട് പറയുകയാണെങ്കിൽ ആ വൈക്ക് വയ്ക്കോ, ഇവർ ഈ വൈക്ക് വയ്ക്കോ, മറ്റവൻ ഈ വൈക്കോ, ഓരോരുത്തരും ഇങ്ങനെ പിരിവിനയക്കുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ്. അവിടൊക്കെ പോയിട്ട് തൊട്ടാൽ പൊട്ടുന്ന വർഗീയത പറയാ. നമ്മൾ ഈ നാടിൽ ജാതിയും മതവും നോക്കിയല്ല ആളുകളെ നിർത്തിയതും മത്സരിപ്പിച്ചതൊക്കെ. AK ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. നിങ്ങൾ അറിയണം, അത് ദേശാഭിമാനി എഴുതിയത് കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും എന്നാണ്. TK അംസാക്ക ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, എന്താ മലയാളം, മാപ്പിളാരിൽ കൊടുത്ത അച്ചായനോ എന്നാ പച്ച മലയാളം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സ്ഥാനാർത്ഥിത NA കരീം, മുസൽമാനാണ്. അബ്ദുൽ നാസർ മഅദനി പറഞ്ഞു, പള്ളി പൊളിച്ച കൈപ്പത്തിയാണ് മക്കളെ. മമ്പുറം ടൗണിൽ പ്രസംഗിച്ചു. എന്താണ്ടായത്? ഈ നാട്ടുകാർക്ക് ഇതൊക്കെ തിരിയും. കുടുംബയോഗത്തിന് ഒട്ടുമ്മൽ കടപ്പുറത്ത് വല്യമ്മമാര്
പർദ്ദയിട്ടുകൊണ്ട് അണിനിരുന്ന കുടുംബയോഗം കഴിഞ്ഞ് വരുമ്പോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കുടുംബയോഗം ഞാൻ കാണുന്നത് അന്നാണ്. ആന്റണി മത്സരിക്കുമ്പോൾ ഞാൻ അന്ന് അനൗൺസറായി പോവുകയാണ്. ഇന്ന് ഓർക്കുകയാണ്, ആ കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മാനെ തടഞ്ഞു നിർത്തി മാതൃഭൂമി റിപ്പോർട്ടർ, അല്ല വല്യമ്മ, ഈ ഏണിക്ക് കോണിക്ക് വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയായി കൈപ്പത്തിക്ക് ചെയ്യാൻ? ആ വല്യമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളി കാശ് എടുത്തിട്ട് പറഞ്ഞ, മോനെ ഇതാണ് ചിഹ്നെന്ന് പാണക്കാട്ടെ കുട്ടികൾ പറഞ്ഞാൽ വോട്ട് ഇതിമുണ്ടാവും, ചിലക്കാതെ വേണം അവിടുന്ന് പറഞ്ഞു. ആ വല്യമ്മാന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത. അറിവിനേക്കാൾ വലിയൊരു തിരിച്ചറിവ്. MBBS പാസ്സായിട്ടില്ല, പക്ഷേ ഇങ്ങനെ പിടിച്ചു വെക്കിട്ട് പറയാൻ കഴിയും ആ വല്യമ്മക്ക് ആള് മരിച്ചല്ലേ. ആ തിരിച്ചറിവുള്ള വല്യമ്മ ചിഹ്നം പറഞ്ഞ് കളിയാക്കിയപ്പോ കൊടുത്ത മറുപടി അതാണ്. ആ തിരൂരങ്ങാടിയുടെ മണ്ണിലാണ് ശ്രീമാൻ AK ആന്റണിക്ക്, ഔക്കാദർ കുട്ടി നെഹക്കും അബ്ദുൾ റബ്ബിനും ഒക്കെ നൽകിയതിനേക്കാൾ വമ്പിച്ച ലീഡ് ശ്രീമാൻ ആന്റണിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി. ആന്റണിയെ പട്ടും വളയും നൽകി പച്ച പരവതാനി വിരിച്ച് കേരളത്തിന്റെ അധികാര ഗോപുര നടയിലേക്ക് നടത്തിയ നാടായി നാട്. CH-നെ കേരളക്കര നീട്ടി വിളിച്ചത് CHM കോയ. C for Christian, H for Hindu, M for Muslim, CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. ഗുരുവായൂരിൽ PKK ബാബ മത്സരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു. അങ്ങനെയുള്ള ഹിന്ദു മുസ്ലിം നാടാ നമ്മുടെ നാട്. ഇപ്പൊ കാസർകോട്ട് 65% ഹൈന്ദവർ, 35% മുസ്ലിങ്ങൾ. അവിടെയാണ് പാണക്കാട്ട് തങ്ങൾ കൊടുത്ത കോണിയിൽ ആരെ തോൽപ്പിച്ചിട്ട് അരിവാളിനല്ല, താമരയെ തോൽപ്പിച്ച് 10,000-കണക്കിന് വോട്ടിന്റെ ലീഡിന് AKM അഷ്റഫിനെയും എന്നെ നെല്ലിക്കുന്നിനെയും ഹൈന്ദവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ്. ചിഹ്നം കോണി. താമരയെ തോൽപ്പിച്ച് 2 MLA-മാർ ഹൈന്ദവർക്ക് ഭൂരിപക്ഷമുള്ള നാട്ടില്. അതാണ് സജി ചെറിയാൻ പറഞ്ഞത്, ഈ മലപ്പുറത്തും കാസർകോട്ടും പേരൊന്ന് നോക്കി. ഈ ചെങ്ങായിക്ക് അറിയാം അവിടുത്തെ MP ആരാ? അവിടുത്തെ MP രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റത്തേക്കൊന്ന് നോക്കണം. ഇത്ര വലിയൊരു പൊട്ട് ധരിക്കുന്ന അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം സുഹൃത്തുക്കൾ നമ്മൾ അങ്ങനെ നോക്കിയാണോ ചെയ്യല്? നിങ്ങൾ ഈ നാട്ടിൽ എന്തും ചെയ്യും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോഴിക്കോട് എളമരം കരീമിന്റെ പോസ്റ്റർ, 2 സൈസ് പോസ്റ്റർ. ടൗണിലൊക്കെ സഖാവ് എളമരം കരീമിന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുക. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥി കരീം അമ്മായി തക്കാല തെരഞ്ഞെടുപ്പ് കരീം എന്താ കാക്കാമാരെ വോട്ട് ഒന്ന് ആലോചിക്കണം. ബനാത്ത് വാലക്കെതിരെ അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ പൊന്നാനിയിൽ മത്സരിക്കുമ്പോ ഇന്നും മായാത്ത ചുമരുണ്ട് പൊന്നാനിയിൽ. വായിക്കണം, ഹിന്ദു വോട്ട് ഹിന്ദുവിന് നോക്കണം. ഇവിടെ മുസ്ലിം വോട്ട് മുസൽമാന്, അവിടെ ഹിന്ദു വോട്ട് ഹിന്ദുവിന്. ഈ അപകടകരമായ മുദ്രാവാക്യം നോക്കണം. 0.5% പോലും ക്രിസ്ത്യാനി ഇല്ലാത്ത തിരൂരങ്ങാടിയുടെ മണ്ണിൽ മുസ്ലിമായ കരീമിനെ തോൽപ്പിച്ചാണ് ക്രിസ്ത്യാനിയായ ആന്റണിയെ മുസ്ലിങ്ങളായ വോട്ടർമാർ ജയിപ്പിച്ച മണ്ണാണ് ഈ മണ്ണ്. ഇങ്ങനെ ഒരു പരിപാടി ഇതിനു മുമ്പ് CPM നടത്തിയതായി നമ്മളൊന്നും കേട്ടുകേൾവിയുണ്ട്. എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? നിങ്ങളെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ നിങ്ങൾക്ക് തോന്നി. ഇതിപ്പോ ബാലൻ കുടുങ്ങിയപ്പോ പറയാണ്, ഇന്നെങ്ങാൻ ജയിലിലേക്ക് ആക്കിയാൽ ഞാൻ ഈ ഖുർആനായിട്ടാണ്ട് പോവും. ഞാൻ ആരാന്നറിയോ? ഞാൻ കുത്തിയ റാത്തീബുള്ളടുത്ത് വളർന്ന ആളാണ്. അങ്ങനെ റാത്തീബ് നമ്മൾ കേട്ടില്ല. കുത്തുറാത്തീബ് എന്ന് കേട്ടിട്ടുണ്ട്, കുത്താറാത്തീബ് എന്ന് കേട്ടിട്ടുണ്ട്. കുത്തിയ റാത്തീബ് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിന് ആണ്ട് കുത്തിയ പിന്നെ റാത്തീബ കണ്ണൂരിൽ, അതാണാവോ? പിന്നെ പറഞ്ഞത് മൈലീദ് ഉള്ളടത്ത് വളർന്നതാണ്. ഏതാ ഈ മൈലീദ്?
മൗലൂദ് എന്ന് പറയാറുണ്ട്, മൗലൂദ് എന്നൊക്കെ പറയാറുണ്ട്, മൗലീദ് എന്ന് പറയാറുണ്ട്. മെയ്ലീദ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതെന്താ സംഭവം? എന്നിട്ട് ബാലൻ പറയാണ്, ഞാൻ ജയിലിൽ പോയാൽ ഇത് ഞാൻ വായിച്ചു തീർക്കുന്നു. 2 തലക്കലും കത്തിച്ചിട്ടിട്ട് പിന്നെ കത്തം തീർത്തിട്ട് എന്താ ചങ്ങായി? അതിലെന്താ കാര്യം? നാടിന്റെ നന്മയെ മുച്ചൂട് നശിപ്പിക്കുക. എന്നിട്ട് ഞാൻ വൈലിത്തരുടെ വയറ് കെട്ടിയിരുന്നു, ഞാൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്, ഒക്കെ തോന്നിയ പോലെ. ഇത് തന്നെ ശബരിമലയിലും വെള്ളാപ്പള്ളി പറഞ്ഞതെന്താ അറിയാം? അയ്യപ്പ സംഗമത്തിൽ ഇതാ പിണറായി നല്ലൊരു ഭക്തനാണ്, ജമ്മത്തിന് ശബരിമലക്ക് പോകാത്ത ഈ പിണറായി എങ്ങനെ ഭക്തനല്ല? എന്റെ നാട്ടിലൊരു ചെങ്ങായി പറഞ്ഞു, എനിക്ക് വെല്ലിപ്പാനെ നല്ല പേടിയാണ്, ഞാൻ തറവാട്ടിനും പോവില്ല, അള്ളാനി നല്ല പേടിയാണ്, ഞാൻ വെളിയിലേക്കും പോകില്ലാറുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്, ഇയാൾ എങ്ങനെ ഭക്തനാവുക? പിണറായി ഭക്തനാണ്. ഏത് ഭക്തൻ? വെള്ളാപ്പള്ളി ഭക്തനാണ് പിണറായി. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. നാടിന്റെ നന്മകളെ മുച്ചൂട് നശിപ്പിക്കാൻ താന്തോന്നികളായി പോയപ്പോ ഇപ്പൊ എല്ലായിടത്തും കയറി വാരി, വഖഫിൽ കൈയിട്ട് വാരി പ്രശ്നമായി, ശബരിമലയിലുമായി. അതിന്റെ ദുരന്തപ്പ ഈ കാണുന്നത്. പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ, സ്വാമിമാർ, ഈ നാട്ടിലെ ഹൈന്ദവരായ സഹോദരന്മാർ അവിടെ നിക്ഷേപിച്ച ആ തുക കൊണ്ടുണ്ടാക്കിയ, അവിടെ നേർച്ചയായി കിട്ടിയ, സംഭാവനയായി കിട്ടിയ ഈ സംഭവങ്ങളെയൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ ഈ കശ്മലന്മാര്, പല കള്ളന്മാരും കടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കള്ളന്മാര് കടന്നോടത്തൊക്കെ നാട്ടുകാർ പറയുന്ന ഒരു വർത്താനം എന്താ? നമ്മളെ വരയിലും കള്ളം കടന്നാ പറയാ, പഴം വാതിൽ കുത്തി തുറന്നു എന്നൊക്കെ പറയില്ല. ഈ പഴന്മാര് വാതിൽ ഏറ്റിക്കാണ്ടാ പോയത്. അതാ രസം. വാതിലും കട്ടിലും ജനലും ഇനിയൊന്നോടെ ബാക്കിയില്ല. ദ്വാരപാലക ശില്പം, പീഠം, അയ്യപ്പന്റെ രുദ്രാക്ഷമാല, എന്തെല്ലാം കൊണ്ടുപോയി. എന്താ ഈ പാർട്ടിയുടെ അവസ്ഥ? ഇപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഉറക്കില്ല. കടകംപള്ളി സുരേന്ദ്രൻ പറയാ, എനിക്കിപ്പോ ഉറക്കില്ല. അത് എങ്ങനെ നിങ്ങൾക്ക് ഉറക്ക് കിട്ടുക? നിങ്ങൾ ഏത് മുതലുമല്ല തൊട്ടത്? നിങ്ങൾ പഠിക്കണം, ഞങ്ങളെ കണ്ടു പഠിക്കണം. എന്റെ ഉമ്മൻചാണ്ടി ശബരിമല സന്നിധാനത്തേക്ക് ചെയ്ത നന്മകള്, KM മാണി സാറുള്ള സമയത്ത് ചെയ്തത്, ഞാൻ ഓർക്ക PKK ബാബ മന്ത്രിയായിരിക്കുമ്പോ ശബരിമല സന്നിധാനത്തിന്റെ റോഡ് വീതി കൂട്ടി കൊടുത്ത കാരണത്താൽ ഒരു സ്വാമി മാതൃഭൂമിയുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന കോളത്തിൽ എഴുതിയത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ സ്വാമി ഇങ്ങനെയാ എഴുതിയത്, ഞങ്ങള് സ്വാമിമാർ മലക്ക് പോകുമ്പോ അവിടെ പോയി വാവര് പള്ളിയുടെ അടുക്കൽ പോയി സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി ഞങ്ങൾ പാടാറുണ്ട്, വാവര് സ്വാമിയെ ശരണം പൊന്നയ്യപ്പ എന്ന്. എന്നാൽ ലീഗിന്റെ മന്ത്രിയായ ബാവ ചെയ്ത ഈ നന്ദി കാണുമ്പോൾ ഞങ്ങൾക്ക് പാടാൻ തോന്നുന്നു, ബാവ മന്ത്രിയെ ശരണം പൊന്നയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വാമി മാതൃഭൂമിയിൽ എഴുതിയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഇപ്പോ 4 വർഷം മുമ്പേ വെള്ളാപ്പള്ളിയും മണ്ണാർക്കാട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കേരളത്തിന്റെ ദേവസ്വം വഴിവിട്ടു പോവുകയാണ്. കേരളത്തിന്റെ ദേവസ്വം വഴിവിട്ടു പോവുകയാണ്. കേരളത്തിൽ UDF എങ്ങാൻ അധികാരത്തിൽ വന്നാൽ മന്ത്രി മുനീറിനെ ദേവസ്വം ഏൽപ്പിക്കണം. ഞാൻ ആ പത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മന്ത്രി മുനീർ CHന്റെ മോനാണ്. ഇത് മനോഹരമായി കൈകാര്യം ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. നോക്കണം, അങ്ങനെ നല്ല നാടിന്റെ നന്മയെ കുറിച്ച് പറഞ്ഞ ആളായി വെള്ളാപ്പള്ളി. പക്ഷെ പിണറായി ഒപ്പം നടന്നതോടുകൂടി, അത് പണ്ടാരോ പറഞ്ഞല്ലോ, എന്റെ കാളിന്റെ ഒപ്പം നടന്ന് എന്റെ മൂരി മടക്കായിന്നാണ്, പശുവിന്റെ ഒപ്പം നടന്നെ കാളി മടക്കായിന്നാണ് എന്ന പോലെ പിണറായിയുടെ ഒപ്പം നടന്നപ്പോ ഇതും കേടായി. കാരണം പിണറായിയുടെ പോക്ക് അങ്ങോട്ടാണ്. ഈ നാടിന്റെ സകല നന്മകൾ നശിച്ചിരിക്കുകയാണ്. എല്ലാറ്റിന്നും അതാണല്ലോ. ആ ധനരാജന്റെ കുട്ടി ദേശാഭിമാനി ഇങ്ങനെ വെച്ചിട്ട് ആ ദേശാഭിമാനിന്റെ അടുത്ത് കുട്ടി ഇങ്ങനെ പോയിരിക്കുന്ന രംഗമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ വാട്സപ്പില്? അച്ഛനെ നോക്കുകയാണ് ദേശാഭിമാനില്. എന്നിട്ട് ആ വാട്സപ്പ് സഖാക്കള് വിറ്റിട്ടാണ് ഈ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചത്. ആ പൈസയാണ് ഈ പഹര് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയത്. അപ്പൊ ഇവരുടെ ഈ പോക്ക് ചെറുതാണ്. എന്നിട്ട് അത് പുറത്ത് പറഞ്ഞ ചെങ്ങാതി പണ്ടൊക്കെ മാർച്ചിച്ചു പാട്ടി
ഒരു ഉറുപ്പി എവിടെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വന്നു എന്ന് കണ്ട പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ അത് പറഞ്ഞപ്പോ നമ്മളെ ആ രാഗേഷോ ഏതൊരു ചങ്ങായി ഇന്നലെ വന്നിട്ട് പറയാണ്. അയാൾ പറയുന്നത് എന്താ അറിയാം? ഞങ്ങൾ വിരിച്ചത് നിങ്ങളോട് അറിയേണ്ട ആവശ്യമില്ല. നല്ല KT ജലീൽ ഞങ്ങളെ വയനാട് ഫണ്ട് എത്ര കാലമായി കണക്ക് വെച്ചെടുക്കണ അറിയാം? വയനാട്ടിലത്തെ തറൊക്കെ ഓൻ കരാറെടുത്തതാണ്. ഓനോട് കല്ല് ചെരിഞ്ഞിരിക്കണം, അവിടെ സിമെന്റ് പോരാ, ഓനാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇപ്പൊ കുറുപ്പിന്റെ പണിയാണല്ലോ. വന്നിട്ട് വയനാട് അതില്ല, ഞങ്ങളെ ഫണ്ടില്ല. നമ്മളെ എന്നാലും സ്വന്തം പാർട്ടിയിലുള്ളത് നോക്കാൻ നിങ്ങൾക്ക് നേരമില്ല. പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ വല്ല സംഭവം നടന്നു കഴിഞ്ഞാല് പാർട്ടി അത് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ചർച്ച ചെയ്യാൻ വേദിയില്ലാതായപ്പോ ചാനലുകാരോട് പറയാണ്, പരസ്യമായിട്ട് പറയാണ് ആ ചങ്ങാതി ഈ കുഞ്ഞികൃഷ്ണൻ. അപ്പ വെച്ചു അയാളുടെ വീടിന്റെ മുന്നിൽ സ്ഫോടക വസ്തുക്കള്. എന്താ രമ പറഞ്ഞറിയോ? ഇന്നോവ വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇന്നോവ വരാൻ സാധ്യത ഉണ്ട്. എന്നോടൊരു സഖാവ് പറഞ്ഞ എന്താ അറിയോ? പഴയ മാർക്സിസ്റ്റുകാരനാണ്, പക്ഷെ ഈ തവണ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഓന്റെ മേത്തിഞ്ഞ് പച്ച കുത്താത്ത സ്ഥലമില്ല. ചെകുവേര ആസനത്തിൽ വരെ പച്ച കുത്തിക്കണം. അങ്ങനത്തെ ഓന് ഈ പ്രാവശ്യം കോണിക്ക വോട്ട് ചെയ്തു. ഓൻ എന്നോട് അറിയാം, നമ്മളെ പാർട്ടി ഇപ്പേ കറണ്ട് ഓഫീസിലേക്ക് ഫോൺ ചെയ്തായിരുന്നു. എൻ്റെ ഏട്ടൻ, ഓൻ്റെ ഏട്ടൻ നല്ല രസമാണ്. ഏട്ടൻ കറണ്ട് ഓഫീസിലേക്ക് ഫോൺ ചെയ്തൊരു കഥ പറഞ്ഞു. എന്താ വെച്ചാൽ ഈ കല്ല കാറ്റുമായുള്ള സമയമാണ്. അപ്പോൾ നല്ല കാറ്റത്ത് ഇങ്ങനെ ചീമക്കൊന്നയും തെങ്ങൊക്കെ കിടന്ന് മുളയൊക്കെ കിടന്ന് ഇങ്ങനെ ഇളകുകയാണ്. ഇങ്ങനെ ലൈന് പോണുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇളകണമുണ്ട്. അപ്പോൾ ഏട്ടൻ കറണ്ട് ഓഫീസിലേക്ക് വിളിച്ചത്ര ഇവിടെ എന്താണാവോ നന്നായി ഇളകണുണ്ട്, ഇടക്കിടക്ക് പോണുണ്ട്. അപ്പൊ അവിടുന്ന് പിന്നെ ഓവർസീര് ഫോൺ എടുത്തിട്ട് പറഞ്ഞത്ര നല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി അങ്ങോട്ട് മറുപടി അറിഞ്ഞത്. ഇപ്പൊ പാർട്ടിയുടെ സ്ഥിതി അതറിഞ്ഞില്ല. സത്യമാണ്. ഇവിടുത്തെ നല്ല മാർക്സിസ്റ്റുകാരോടെ ഞാൻ പറയുന്നത്, അവസാനം പതക്കാനെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊടി വേണം, അത് ബാക്കി വെക്കണം. നിങ്ങൾ ഏത് കളിയും കളിച്ചോളിയും, പക്ഷെ ഈ ഗ്രൗണ്ട് നിങ്ങൾ കുത്തിപ്പൊളിക്കരുത്. നിങ്ങളിപ്പോ ചെയ്യുന്ന പണി എന്താണ്? ഇപ്പൊ ചെയ്യുന്ന പണി ജമ്മത്തിൽ നിങ്ങൾ എടുക്കാത്തൊരു പണിയാണ്. ഒറ്റ പിണറായിയുടെ സംരക്ഷണ സമിതിയായി CPM മാറിയിരിക്കുന്നു. ഒരു മനുഷ്യനെ കാക്കാൻ ഈ പാർട്ടിയെ മുച്ചൂട് നശിപ്പിക്കുകയാണ്. ഒരു ലാവ്ലിൻ കേസ് 40 തവണയാണ് അത് മാറ്റി വെച്ചത്. 40 തവണ. നല്ലൊരു ചെറുക്കൻ ഫേസ്ബുക്കിലിട്ടു, ഈ കൊലപാതക കേസിൽ പ്രതികളായി പിടിക്കപ്പെട്ടവരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോ കോടതിക്ക് അവസാനം ഒരു ചോദ്യമുണ്ട്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അവസാനമായിട്ട്? അങ്ങനെ ഞാനെങ്ങാനും ഒരു കൊലപാതകത്തിൽ പെട്ടാൽ, എന്നെ എങ്ങാൻ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോ കോടതി എങ്ങാനും എന്നോട് ചോദിച്ചാൽ, മോനെ നിന്റെ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടെന്ന് പറഞ്ഞോ എന്നെങ്ങാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഈ ലാവ്ലിൻ കേസ് വിധി പറയുന്നത് കണ്ടിട്ടൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹം. 40 തവണ മാറ്റി വെച്ചു. കേജ്രിവാളിനെ പിടിച്ചു, DK ശിവകുമാറിനെ പിടിച്ചു, P ചിദംബരത്തെ പിടിച്ചു. എന്റെ രാഹുൽ ഗാന്ധിനെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു. ക്യാൻസർ പേഷ്യന്റ് എന്ന് അറിഞ്ഞിട്ട് എന്റെ സോണിയാഗാന്ധിയെ എത്ര തവണ ചോദ്യം ചെയ്തു. ഇവരൊക്കെ പിടിച്ചുകൊണ്ടേ, ഇവരൊക്കെ ചോദ്യം ചെയ്തു. പക്ഷെ പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നില്ല. നരേന്ദ്രമോദി ഇങ്ങനെ വരും, നാളെ തൃശ്ശൂർ വന്നിട്ട് പറയാം, ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് എന്ന് നമുക്കറിയാം. മൂപ്പർക്കറിയാം, പക്ഷെ തൊടുന്നില്ല. കണാ ഗുണാഹേ പോവാണ്, തൊടുന്നില്ല. ഒരു ഹേതു കിട്ടിയാലും BJPക്കെതിരെ ഒരു ഹേതു കിട്ടിയാൽ ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ അവരെ കാണാതാവും. ജസ്റ്റിസ് ലോയ വക്കീലാണ്, ജഡ്ജിയാണ്. അമിത്ഷാക്കെതിരെ വിധി പറഞ്ഞ അയാൾ പിന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ്. ഇവർക്കെതിരെ കവിത എഴുതിയവര്, കഥ എഴുതിയവര് ഒക്കെ മരിച്ചുപോയി, പലരും ജയിലിലടച്ചു. പക്ഷേ CPMനെതിരെ വർത്താനം പറയുന്ന, BJPക്കെതിരെ വർത്താനം പറയുന്ന CPMന് തൊടുന്നില്ല. എന്താ കാര്യം? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് പറയാണ്, CPIയും CPM ഒക്കെ NDAയിൽ ചേരണം. ശരിക്ക് കല്യാണാലോചന വരൽ തുടങ്ങിയപ്പോ. എപ്പോഴാണ് ഒരു തറവാട്ടിൽ നിന്ന് വേറെ ഒരു തറവാട്ടിൽ കല്യാണ ആലോചന നടത്തുക? ഒന്ന് മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ കുഫു വെക്കുമ്പോ, മറ്റേതോ
അമുസ്ലിം സഹോദരന്മാരെ ഭാഷയിൽ പറഞ്ഞാൽ ജാതകപൊരുത്തുണ്ടാവുമ്പോൾ കല്യാണത്തിന് പറ്റിയ മുതലോളാന്ന് പറഞ്ഞാൽ ഉണ്ടാവും, ആലോചന വരും. CPI CPM NDAയിൽ ചേർന്നെന്ന് കേന്ദ്രമന്ത്രി ഒന്നുകൂടി കടന്നു പറഞ്ഞു മൂപ്പര്. പിണറായി വിജയൻ ഇപ്പൊ വരികയാണെങ്കിൽ അതൊരു വിപ്ലവമായിരിക്കും. നോക്കണങ്ങളല്ലോ, ജിഹാദാ നടക്കാൻ പോണത്. തമ്മിൽ ചേരാത്ത 2 ടീം, മോരും മുതരിയും പോലുള്ള പാർട്ടിയാണ്. എന്ത് പറ്റിപ്പോയി? പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ആളെ എന്തൊക്കെ ഒരു യൂണിവേഴ്സിറ്റി കൗൺസിലർമാരെ എന്താ പറയാ, വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുകയാണെങ്കിൽ ഗവർണർ പറഞ്ഞത് ഒന്ന് കൊടുക്കൂ, പിണറായി പറഞ്ഞത് ഒന്ന് കൊടുക്കൂ. ഇപ്പൊ വന്നപ്പോഴും തന്നെ പ്രോ വൈസ് ചാൻസലർമാർ രണ്ടും ഒരുമിച്ചെടുത്ത്. നമ്മളെ ഇയാളുണ്ടല്ലോ ആരിഫ് ഖാൻ, അയാൾ വന്നപ്പോ വന്നിറങ്ങിയേക്ക് അയാൾക്ക് ഇതൊന്നും അറിയില്ല. അയാൾ ഈ കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്. ഇസ്ലാമിക ശരീഅത്ത് വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഈ പെരിച്ചായി പുറത്തിയാടിപ്പോയതാ. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഇതിനെതിരെ നിൽക്കുന്നവർ കോൺഗ്രസിൽ വേണ്ടെന്ന് തീരുമാനിച്ചു കോൺഗ്രസ്. അങ്ങനെ ശരീഅത്ത് ബില്ല് പാസ്സാക്കാൻ വേണ്ടി അന്ന് ബോംബെയിലെ സിനിമാ രംഗത്തെ മുടിച്ച മന്നനായ അമിതാഭ് ബച്ചൻ പോലും കൂടെ നിന്നപ്പോ കോന്ത്രമ്പല്ല് പോലെ തെറിച്ചുന്ന ആളാണ് ഈ ആരിഫ് ഖാൻ. ആരിഫ് ഖാൻ ഇപ്പൊ കേരളത്തിൽ വന്നപ്പോ അയാൾ വന്നേക്ക് വിമാനം ഇറങ്ങിയിട്ട് ചോദിക്കുകയല്ല, എന്റെ PA ആരാണ്, ആരെ വേണ്ടെന്ന്. ആര്? പിണറായി. ഹരി എസ് കർത്ത മാലൂം ചോദിക്കയാള്. ഹരി എസ് കർത്തായെ അറിയാമോ? കേരളത്തിലെ RSSന്റെ കാര്യവാഹകാണ്. അപ്പൊ അവിടുത്തെ മൂത്താപ്പ പറഞ്ഞയച്ചതാണ്. എൻ്റെ ഒരു അളിയൻ്റെ അളിയുണ്ട് അവിടെ. അയാളെ കാണുമ്പോൾ ചോദിച്ചാൽ മതി, ഹരി എസ് കർത്തായെ അറിയോ? ഹരി എസ് കർത്ത എന്ന RSSകാരനെ മൂപ്പരെ പേഴ്സണൽ സ്റ്റാഫിൽ പിണറായി എഴുതിയാൽ ഒപ്പിട്ട് കൊടുത്തു. പഴയ പിണറായി ആണെങ്കിൽ ചെയ്യൂലട്ടോ. പഴയ പിണറായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു മനുഷ്യനായ ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു പിണറായി. ഇന്നത്തെ പിണറായി അതല്ല. ഇന്നത്തെ പിണറായിക്ക് ഒരു നെറൂറത്ത് തീരാണ്ട്, ഒരു തട്ടുമുട്ട് തീരാണ്ട്, അത് ലാവ്ലിംഗ് കേസാണ്. എന്താ നിങ്ങൾ പറയുന്നത് അറിയോ? 7 തവണയാണ് ഒരു പ്രത്യേക പോക്ക് മോഡിനെ കാണാൻ ഈ പിണറായി പോയത്. മുഖ്യമന്ത്രികൾക്ക് മാത്രമല്ല, ആറന്മുള കണ്ണാടി പുതക്കാനുള്ള പുതപ്പ് കോരിക്കാൻ കുറച്ച് സാധനം, എന്നിട്ട് അതേറ്റ് പോവുകയാണ്. അതേറ്റ് പോയിട്ട് നരേന്ദ്രമോദി ഇയാള് വാതിലോർന്നെ വരണണ്ട. അപ്പൊ ഒന്നിങ്ങനെ അടിയിലും മുടിലോളം നോക്കൂ. നോക്കിയിട്ട് നരേന്ദ്രമോദി ഇങ്ങനെ വിരല് താളം പിടിച്ചിട്ട് ലാവ്ലിൻ 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 ഇതുണ്ട് പറയുമ്പോ ഇയാൾ അടിയിൽ നിന്നൊരു പുള്ളിന്റെ കയറിയാണ്. അപ്പൊ ഇയാൾ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും വാണ്ടിച്ച് പറഞ്ഞാ പോരെ, നമ്മളെ വെറുതെ ബേജാറാക്കണം. എന്നാ കുറിച്ചോ ലോക്നാഥ് ബെഹ്റ കൊടുന്നു. ഗുജറാത്ത് കലാപത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയ ലോക്നാഥ് ബെഹ്റ ഈ മുതലാണ്ട് തരട്ടേന്ന് ബംഗാളിനോട് ചോദിച്ചു. പെണ്ണായ ബംഗാൾ അറിഞ്ഞോ ആ ചരക്കിനും കണ്ട് വേണ്ട. ആണായ തമിഴ്നാടിനോട് ചോദിച്ചു മുതലാണ്ട് തരട്ടേന്ന്. ആണായ തമിഴ്നാടും പറഞ്ഞു ഈ മുതല് വേണ്ടാന്ന്. ആണായ തമിഴ്നാടും പെണ്ണായ ബംഗാളും വേണ്ടെന്ന് വെച്ച ആ മുതലിനെ പിന്നെ ആണും പെണ്ണുമല്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തരാണ്. ഇന്ന് ഇവിടെയാണോ മുതലുള്ളത്? നമ്മൾ പേടിക്കണോ? കേരള പോലീസിന്റെ തലപ്പത്ത് ഇയാളാ. പെൻഷൻ പറ്റി വീട്ടിൽ പോയി കമിഴ്ന്നെടുക്കേണ്ട ആളാ. മെട്രോയില് നിയമിച്ചൊക്കെ പോറ്റി കൊണ്ടിടക്കുക. കാരണം എന്താ? മറ്റാളെ ഇയാളെ പിടിച്ച് കൂട്ടിലിടും. നരേന്ദ്രമോദിക്ക് ഇതിലെന്താ ലാഭം? ₹1 ചെലവില്ലാതെ എല്ലാ മുറാദും ഹാസിലാവും. ഒരു MP ഇല്ല, ഒരു MP ഉണ്ട്, ഒരു ഒറ്റ MLA ഇല്ല. ഒറ്റ MLA ഇല്ലാതെ കേരളത്തിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഹരി എസ് കർത്തായെ വെച്ചു. ഇപ്പൊ നമ്മളതിന് പോയൊരു ചങ്ങായി ഉണ്ടല്ലോ, KV തോമസ്. അയാൾക്ക് ഇതേപോലെ ഒരു പഴയ കോൺഗ്രസ്സുകാരനെ PA ആക്കി വെക്കാൻ പിണറായി ചോദിച്ചാൽ കൊടുക്കുവോ? ഇല്ല. ഏത് KV തോമസ്? കോൺഗ്രസ് 5 നേരം മൂക്കൊപ്പം തിന്നിട്ട് തയ്യായിട്ട് ദഹിക്കാതെ വന്നപ്പോ 1 ഔൺസ് അരിഷ്ടവും കൊടുത്തപ്പോ ആ 1 ഔൺസിൽ 1/2 മില്ലി കുറവുണ്ട് പറഞ്ഞിട്ട് കോൺഗ്രസ് തെറ്റിപ്പോയ കാട്ടുകള്ളൻ അയാളെ വലിയൊരു സ്ഥാനത്ത് നിയമിച്ചിട്ടുണ്ട്. അയാളെ സ്റ്റാഫായിട്ട് ഒരു പഴയ കോൺഗ്രസ്സുകാരനെ വെക്കണം എന്ന് പറഞ്ഞാൽ പിണറായി സമ്മതിക്കില്ല. എന്നാ പഴയ RSSകാരനെ ചോദിച്ചപ്പോ കൊടുത്തു ഇയാൾ. രമൺ ശ്രീവാസ്തവ ഇപ്പൊ പിണറായിയുടെ 9 ഉപദേശകരിൽ ഒരാളാണ്. ആഭ്യന്തര വകുപ്പിൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് വല്ല ഇൽമിന്റെ കുറവും വന്നാൽ
ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തീദിന്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ. ഐ വാണ്ട് ഡെഡ് ബോഡീസ്, മുസ്ലിം ബസ്റ്റാർഡ്സ്. സമ്മാടിയായ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സിറാജുന്നീസയെ വെടിവെച്ചിടുമ്പോ പറഞ്ഞ കാട്ടുകള്ളനായ ഉദ്യോഗസ്ഥൻ. ഇയാൾ ഇന്ന് പിണറായിയുടെ ഉപദേശകനാണ്. എന്ത് പറ്റിപ്പോയി? മാർക്സിസ്റ്റ് പാർട്ടി ആ പഴയ അവസ്ഥയിലുമൊക്കെ പോയി. കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞതാരാ? അൻവറാണ്. പിന്നെ പറഞ്ഞതാരാ? ആനി രാജ. ആരാ ആനി രാജ? 4 ലക്ഷം വോട്ടിന് വയനാട്ടിൽ ഗാന്ധി കുടുംബത്തോട് തോറ്റോളാം. ആ 37 പറയാണ് കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ട്. പക്ഷെ അൻവറിനെ പുറത്താക്കി. ഇയാളെ പുറത്താക്കിയില്ല, ആനിയെ പുറത്താക്കിയില്ല. രണ്ടും ചെയ്തത് ഒരേ തെറ്റാണ്. മുമ്പ് സ്കൂളിൽ ഒരു സ്ത്രീ ചെന്നിട്ട് പരാതി പറഞ്ഞു മാഷോട്, എന്റെ കുട്ടി കണക്കിൽ മഹാമോശമാണ്. കണക്കിൽ മോശമാകാൻ കാരണം കണക്ക് മാഷ് കണക്ക് പിരീഡ് ഉറങ്ങി തൂങ്ങുകയാണ്. ശരിയാണോ നോക്കാം പിയൂണ്ണ പറഞ്ഞയച്ചു ഹെഡ് മാഷ്. ചെന്ന് നോക്കുമ്പോ ഉറങ്ങന്നെയാണ്. ഉറങ്ങാന്ന് കണ്ടപ്പോ എന്താ ചെയ്തു? പിയൂണ് പറഞ്ഞയച്ചപ്പോ ഉറങ്ങാന്ന് കണ്ടപ്പോ പിയൂണ് ഇയാളെ വിളിച്ചുണർത്തുന്നത് മര്യാദക്കേടാന്ന് മനസ്സിലാക്കി. അനങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ പിയൂണ് ഉറങ്ങി. രണ്ടാളും കാണാതായപ്പോ പോവുകയാണ് ഹെഡ് മാഷ്. ചെന്നപ്പോ രണ്ടും ഒരുപോലെ ഉറങ്ങുകയാണ്. രണ്ടാളെയും പുറത്താക്കണ്ടേ? പക്ഷെ ഹെഡ് മാഷ് കണക്ക് മാഷ് മാത്രം പുറത്താക്കി, പിയൂണിനെ പുറത്താക്കിയില്ല. പിയൂണിനെ പുറത്താക്കി, കണക്ക് മാഷ പുറത്താക്കിയില്ല. കാരണം പറഞ്ഞത് എന്താ? സ്ഥിരമായി ഉറങ്ങുന്ന കണക്ക് മാഷ്ക്ക് ശല്യമാകുന്ന രീതിയിൽ പിയൂണ് കൂർക്കം വലിച്ചു എന്നാ കാരണം പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ തെറ്റൊരു പോലെ കാണണ്ടേ? അൻവറിനെ പുറത്താക്കി. അൻവർ മിനിഞ്ഞാന്ന് പടയോട്ടം തുടങ്ങി. ഞാനുണ്ടായിരുന്നു ആ വേദിയിൽ. ബേപ്പൂരിൽ മരുമോനിസ് അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരെ കുടുംബം നല്ല ഹാപ്പി ഫാമിലി. ഞമ്മക്കൊക്കെ ദുരിതം, ഞമ്മക്കാ വിലക്കയറ്റം, ഞമ്മക്കാ ചികിത്സ നിഷേധിച്ചത്. എന്നാൽ പിണറായിയുടെ ഓണറബിൾ ഫാമിലിക്ക് നല്ല സുഖപ്പൂരി ഹാപ്പി ഫാമിലിയെ കേരളത്തിലുള്ളൂ. അവർക്ക് വിലക്കയറ്റില്ല, അവർക്ക് ചികിത്സാ സഹായം നിലച്ചിട്ടില്ല, അവർക്ക് കേസില്ല, കുലുമാലില്ല, ജയിലില്ല, ഒരു പ്രശ്നമില്ല. കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർത്ത കേസിലെ 1-ാം പ്രതിയാണ് റിയാസിനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആര്? ആഭ്യന്തരം. ആർക്കാ ആഭ്യന്തരം? അമ്മോസന്. ആരാ പിടികിട്ടാ പുള്ളി? മരോന്. പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കണം മരോനല്ലേ? ആ മോളെടുത്തിട്ട് ഒരു പിടിക്കോയിക്കുട്ടിനെ അർത്ഥ തക്കേരം കൂട്ടിയ പുതപ്പിന്റെ ഒട്ടുന്ന് പിടിക്കാൻ കിട്ടുന്ന മുതലല്ലേ ഈ മരോന്? പക്ഷെ ആ മരോന് പിടിക്കുന്നില്ല. മരുമകന്റെ കാര്യത്തിൽ തീരുമാനം അതാണ്. പിണറായിയുടെ ഭാര്യ ചികിത്സാ സഹായമായി എഴുതിയെടുത്തത് ഞാൻ പറയാം 75,88,841 രൂപയാണ്. നമ്മളെ ചികിത്സാ സഹായമൊക്കെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പാലില്ല, കാരണം പഴയ പാലിന് പൈസ കൊടുക്കായിട്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മോഡേൺ ബ്രെഡ് കൊടുക്കൽ നിർത്തി, കാരണം ഫറൂഖിൽ മോഡേൺ ബ്രെഡ് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സാധനങ്ങളില്ല. കുറച്ച് സാധനം ഉണ്ടായിരുന്നു, പഴയതിന്റെ പൈസ കൊടുക്കാത്തതുകൊണ്ട്, ബില്ലടക്കാത്തതുകൊണ്ട് പിക്കപ്പിൽ കയറ്റിക്കൊണ്ടേ. പിന്നെ ഒരു 4-5 കത്രി ബാക്കി ഉണ്ടായിരുന്നു. അത് നാളൊരു പെമ്പർന്നോളം പള്ളന്റെ ഉള്ളിൽ വെച്ച് അതും പൂട്ടി, അതും കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ ഉള്ളത്? ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരില്ലേ, 553 കോടിയാണ് ക്ഷേമനിധിയിലെ പൈസ കാണാതെയിരിക്കണത്. നിങ്ങൾ അടച്ചിരുന്ന പൈസ. എന്താ പാർട്ടിയിലെ സഖാവിന് വേണ്ടി പിരിച്ച പൈസ കാണാനില്ല. ഇനിയിപ്പോ നമ്മൾ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ആധാരം അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇത് എവിടൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് ഒന്നും പറയാൻ പറ്റൂല. എല്ലാം തലക്കുകയാണ്. ഖജനാവ് മുച്ചൂട് നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു ദുരിതം വരികയാണെങ്കിൽ ഇയാൾക്ക് നമ്മളൊക്കെ മനസ്സിലിഞ്ഞൊരു പ്രളയം, ഒരു വയനാട് ദുരന്തം, ഒരു നിപ്പ വൈറസ്, ഒരു കൊറോണ വരരുത് എന്നാണ്. പക്ഷെ ഇയാളെ മനസ്സിലെന്താ ഇതൊക്കെ വരണം എന്നാണ്. എന്താ വന്ന ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കാം. ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കിയാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങായിക്കുമാണ്. നല്ല വരുമാനം. ദുരിതാശ്വാസ ഫണ്ടിന്ന് വക മാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ
ലോകായുക്ത വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ ഇവരെടുത്തുള്ളത്? നാടിന്റെ നന്മകളൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കണ്ട നിയമസഭയിലൊക്കെ സോണിയാഗാന്ധിയാണത്രേ ഈ ശബരിമലയിലെ സ്വർണം കൊണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ? കാരണം പോറ്റിനെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ പേരിലാണ്. നോക്കണം, ഒരു മനുഷ്യൻ പറയാണ് ചിലപ്പോ പേര് ഇങ്ങനെ പറയുന്നത്, ചിലപ്പോ പോറ്റിനെ പെറ്റത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാന്ന് പറയാനേ നന്നായി. പോറ്റിയെ ആദ്യം കയറ്റിയത് അവിടെ എന്നുള്ളത് എന്തെല്ലാം ന്യായീകരണമാണ്. ഇപ്പൊ നമ്മളെ ഷാഫി പറമ്പിലിന്റെ മൂക്കിനടിയുണ്ട്. വടകരയിലൊന്ന് പോയി വെക്കണോ? ഇതുവരെ കിട്ടാത്തതൊക്കെ കിട്ടി നമുക്ക് എല്ലാ പഞ്ചായത്തും. 14 ജില്ലയിൽ 7 ജില്ലാ പഞ്ചായത്ത് നമ്മളെ കയ്യിലാണ്. അതിലൊക്കെ 2 നമുക്ക് ഒറ്റക്ക് വിൽക്കുക. കോഴിക്കോട് മാത്രം 15-13 ഉള്ളത്. 500-ൽ പരം ഗ്രാമപഞ്ചായത്ത് നമ്മളൊപ്പം, 300-ൽ പരം അപ്പുറത്ത്. മുനിസിപ്പാലിറ്റി ബഹുഭൂരിപക്ഷം, ബ്ലോക്ക് പഞ്ചായത്ത് ബഹുഭൂരിപക്ഷം. ലീഗില്ലാത്ത പാർലമെന്റ് ആയിരുന്നു കുറ്റിപ്പുറത്തുനിന്ന് പ്രസംഗിച്ച്. ലീഗില്ലാത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായി ഇരിക്കുന്നത്. പ്രതിപക്ഷത്ത് ഒറ്റ മനുഷ്യനില്ല. മരിച്ചോടുത്ത് എന്നായിരുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത്, അരീക്കോട്, അതുപോലെ കാളികാവ്, വേങ്ങര, അതുപോലെ മലപ്പുറം 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ല. 11 ഗ്രാമപഞ്ചായത്തുകളിൽ അരിവാളിൽ ഒരൊറ്റ പൈതലും ജയിച്ചു തന്നിട്ടില്ല. ഉള്ളവർക്കൊക്കെ പല ചിഹ്ന ഏതാ പാർട്ടിന്ന് കൊടുത്തല്ലേ ഒന്നും അറിയില്ല. ആണ്ട് നിന്നതാണ്, അതേ ഓർമ്മയുള്ളൂ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭയില് CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1 വോട്ടാണ്. ഇവരെല്ലാ പേരയിലും നടന്ന് ചോദിച്ചത് എന്താ അറിയോ? 2 ഞങ്ങൾ എടുത്തോളി, 1 നമുക്ക് എന്താണ്. ഞാൻ 1ന്റെ കൂലി അവിടെയാണ് തീർത്ത ആൾക്കാർ. 1 താനക്ക്, ബാക്കിയൊക്കെ നാട്ടുകാരെടുത്ത്. കേൾക്കണോ രസം? അതിനേക്കാൾ വലിയ കൗതുകം പട്ടാമ്പി നഗരസഭയിലെ 12ാം വാർഡില് ജയിച്ചത് ലീഗാണ്, UDF ആണ്. 2ാം സ്ഥാനത്ത് STPI ആണ്. CPM-ന്റെ വോട്ട് ഞാൻ പറയട്ടെ, ഞെട്ടരുത്, 0. സ്ഥാനാർത്ഥിയുടെ വോട്ടും കൂടി ഇല്ല. എന്താ കാരണം? STPIക്ക് ഇത് ഒന്നായിട്ട് നല്ല കളി നടത്തിയവർ. എന്നിട്ടിപ്പോ ഈ ജമാഅത്ത് പറഞ്ഞ് നടക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ജമാഅത്തിനായിട്ടുള്ള നിലപാടെന്താ? ഇവരെ പാലോളി കമ്മിറ്റിയിൽ പെടുത്തിയതാരാ? ഞങ്ങളാ. പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിൽ പെടുത്തിയതാരാ? ഞങ്ങളാ. ഹജ്ജ് കമ്മിറ്റി പെടുത്തിയതാരാ? ഞങ്ങളാ. 1047 പഞ്ചായത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റുമായിട്ട് സഹായിച്ചതാരാ? ഈ പറപ്പൂര്, എടരിക്കോട് ഇക്രാമുൽ ഹക്ക് എങ്ങനെയാണ് ചെയർമാനായത്? അവിടെ നിയമസഭയ്ക്ക് നിർത്തിയില്ലേ? ഇന്ത്യയുടെ മോചന ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ സെമിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രൊഫസർ അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബിനെ നിയമസഭയ്ക്ക് നിർത്തി. മഞ്ചേരിയിലെ അബ്ദുൾ റബ്ബിനെതിരെ 1 തവണ, കോഴിക്കോട് മുനീറിനെതിരെ 2 തവണ നിർത്തിയോ? ഇവിടെ 2 തവണ. 1 അവിടെ നിർത്തി. ഇനി പാർലമെന്റിൽ കൃത്യം കേൾക്കണത് ബനാത്ത് വാലക്കെതിരെ എന്റെ പൊന്നാനിയില് ഗ്യാസും കുറ്റി അടയാളത്തില് തിരൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് വെൽഫെയർ സ്ഥാനാർത്ഥിയായി പിന്നീട് മത്സരിച്ച, ഇതെല്ലാം ഇതിന്റെ അപ്പുറത്ത്. ഞാൻ പോളിടെക്നിക്കിലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി, വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മിനു മുന്താസ്. ഈ മുതലിനെ ഞാൻ ആദ്യം കണ്ടത് പൊന്നാനി പാർലമെന്റ് മത്സരത്തിൽ ബനാത്ത് വാലക്കെതിരെ അരിവാൾ നെൽക്കതിരിൽ ഒരു ജമാഅത്തിന്റെ പെണ്ണിനെ സ്വന്തം പാർട്ടിയുടെ ചിഹ്നം കൊടുത്തിട്ട് ചെയ്ത കാട്ടുകള്ളന്മാർ ഇപ്പൊ വലിയ വിരോധം പറയാണ്. എന്നിട്ട് നാടിലെ ജനങ്ങളെ മുഴുവൻ മുണ്ടികളാക്കുക. ഞങ്ങൾ വലിയ ശുദ്ധന്മാർ. BJP-യുമായി ചെയ്ത കരാറ് ചെറുതാണോ? 6 നഗരസഭകളിൽ 4 എണ്ണം നമുക്ക്, 2 എണ്ണം പോയി. 1 മാത്രം LDF-ന്. ജമ്മത്തിന് കിട്ടാത്ത തിരുവനന്തപുരം നഗരസഭ, കോർപ്പറേഷൻ BJP. അവിടുത്തെ ആനി അശോക്, ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം, പഴയ ബ്ലോക്ക് പ്രസിഡന്റ്, ആ 30 പറയാ ഞാനിതിന് നിരപരാധിയാ.
കഴക്കൂട്ടത്ത് അടുത്ത MLA ആയി ഈ കടകംപള്ളിനെ ജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരൊറ്റ എഗ്രിമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫുള്ള് വോട്ടുകൾ മൊത്തമായും ചില്ലറയായും സക്കാത്തായും സ്വതക്കയായും താമരക്ക് കുത്തി കൊടുത്തു സഖാക്കള്. അവിടെ കോർപ്പറേഷൻ വരെ കയ്യില്. കുന്നോത്തുറമ്പ് പഞ്ചായത്ത് കണ്ണൂര 50 കൊല്ലായിട്ട് CPM-ന്റെ കയ്യിലാ. അത് നമ്മൾ പിടിച്ചിപ്പോ ഭയങ്കര ലീഡിന് ഈ പിടിച്ച് അമ്പാട് കിട്ടിയിരുന്നു. 2 സീറ്റന്റെ അപ്പുറത്തുള്ളൂ. ഇവിടെ 4 അവിടെ വാളെടുത്തിറങ്ങി. പാറാട് പ്രദേശത്ത് വാളെടുത്തിറങ്ങി. പെരാന്തരം കയറി ചോദിച്ചു, ആരടാ ചെയ്ത്, ആരടാ ലീഗിന് ചെയ്ത്, ആരടാ കോൺഗ്രസിന്റെ കൈപ്പത്തി ചെയ്ത്? വാളെടുത്തിറങ്ങി. ഇത്രയും കാലം 10-50 കൊല്ലായിട്ടുള്ള കോർപ്പറേഷൻ അത് UDF കിട്ടിയെടുത്ത് വാളെടുത്ത്, താമരക്ക് കിട്ടിയെടുത്ത് നിങ്ങൾ വാളെടുത്തില്ല. അകത്തെ തറ പഞ്ചായത്ത് പാലക്കാട് 45 കൊല്ലായിട്ട് LDF അത് ഈ പ്രാവശ്യം താമര പിടിച്ചു, വാളെടുത്തില്ല. നിങ്ങൾക്ക് കേൾക്കണ രസം, മണ്ണാർക്കാട് നഗരസഭയിലെ 21-ാം 19-ാം വാർഡില് 24-ാം വാർഡില് അഞ്ജു സന്ദീപ് ഈ അരിവാള് മത്സരിച്ച സ്ഥാനാർത്ഥി, അവിടെ സ്ഥിരമായി CPM ജയിച്ചിരുന്ന വാർഡാണ്. ആ പെണ്ണ് തോറ്റപ്പോ പെണ്ണിനെ കാണാനില്ല. നടന്ന് തെരഞ്ഞു നോക്കുമ്പോ ഓഫീസിലും ഇല്ല, വോട്ടെണ്ണോടത്തും ഇല്ല, ഓളെ പേരയിലും ഇല്ല, പുതിയാപ്പളുടെ പേരയിലും ഇല്ല. അപ്പൊ നാട്ടുകാർ ഇങ്ങനെ കാത്തിരിക്കുമ്പോണ്ട് കാരാകുറിശി പഞ്ചായത്തിലെ താമരയുടെ ജാഥയില് സ്നേഹ നാരായണന്റെ കൂടെ പെണ്ണ് ചാടി കളിച്ചത് നോക്കണം. മണ്ണാർക്കാട് നഗരസഭയിൽ തോറ്റ സ്ഥാനാർത്ഥി, ഞാൻ പേര് പറഞ്ഞു, അഞ്ജു സന്ദീപ്. കാരാകുറിശിന്ന് ജയിച്ച മെമ്പർന്നോള് സ്നേഹ രാമകൃഷ്ണൻ താമര അതിൽ കിടന്ന് ചാടി കളിക്കാറ്. ഞാൻ അത്ഭുതപ്പെടുക. ഞാനിത് പറയുമ്പോ ഓർമ്മ വരുന്നത് ഈ ലോകകപ്പ് നടക്കുമ്പോഴേ ഞാൻ അർജന്റീന, നിന്റെ ചെക്കൻ ബ്രസീലാ. അപ്പൊ അർജന്റീനയും ബ്രസീലും ഫൈനലായപ്പോ ചെക്കന്മാർ ഇന്ന് അറിയാതെ വിവരമെന്നാണ്. ഞാൻ പറഞ്ഞാൽ വരുമുണ്ട് നേരത്തെ, ഞാൻ ഉറങ്ങൂലാറ്. എനിക്കുറപ്പുണ്ട് അർജന്റീന ജയിക്കുന്നു. അങ്ങനെ ഇരുന്ന് അർജന്റീന ജയിച്ചപ്പോൾ ചെക്കനെ കാണാനില്ല. അപ്പൊ ഞാൻ അർജന്റീനയുടെ ജാഥയിലെ ട്രോഫി ഒക്കെ പിടിച്ച് ക്ലബിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോ ഫുട്ബോളൊക്കെ കളിച്ചിരുന്ന ആളാ സ്കൂൾ പഠിച്ചിരുന്നപ്പോ ആ ഹരത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഒന്നും കേൾക്കാനില്ലായിരുന്നു. ജാഥന്റെ ഊക്കൊണ്ട് ചെക്ക അവിടെ ഉണ്ടോ, നിന്നെ കാണേണ്ടി ചോദിച്ചിട്ട് ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചെന്ന് നോക്കുമ്പോൾ ചെക്ക എന്റെ ഈ സൈഡിൽ നിന്ന് ചാടി കളിച്ചു. നോക്കണത് അർജന്റീനയുടെ ജാഥയിൽ ബ്രസീൽ ചാടി കളിക്കാം. എന്റെ ചെക്ക ഒരു പൈതലാന്ന് വിചാരിക്കാം. ആ നിങ്ങൾ പൈതങ്ങളാണ്, നിങ്ങൾക്ക് കുറച്ച് കഥയും കവായത് ഇല്ലേ? നിങ്ങൾ ഈ നാടിനെ മുച്ചൂട് നശിപ്പിച്ചു. എന്തെല്ലാം നന്മകൾ ഈ നാട്ടിൽ കൊണ്ടുവരണ്ടായിരുന്നു. നിങ്ങൾ ഈ വരട്ട് തത്വവാദം, ആ റോഡ് മുനീർ അന്ന് കൊണ്ടുവരികയാണെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ ഇത്ര പൈസ ആവുമായിരുന്നോ? എന്തിനെല്ലാം നിങ്ങൾ എതിർത്തു? കമ്പ്യൂട്ടറിനെ എതിർത്തു, പാക്കേജ് സെന്ററിൽ കമ്പ്യൂട്ടർ. ട്രാക്ടറിനെ എതിർത്തു, ഇപ്പൊ ട്രാക്ടർ തൊഴിലാളി യൂണിയൻ CITU. നെല്ല് കുത്തുന്ന മില്ലിനെ എതിർത്തു. എന്താ കാരണം? നെല്ല് കുത്തുന്ന മില്ല് വന്നാൽ ഒരാൾക്കേ പണിയിട്ടുള്ളൂ. നെല്ല് കുത്തിയാലോ 2 വരല് 1 ഒലക്ക, 2 ഒലക്ക 1 വരല്, അങ്ങനെ 4 വരലും 8 ഒലക്കയും. ഖദീജാത്ത, ഫാത്തിമദാത്ത, കാർത്തിയാനി, സരോജിനി നിരന്ന് നിന്നിട്ട് ഇത് ഇടിച്ചാൽ ഒരുപാട് ആൾക്ക് തൊഴില്. റൈസ് മില്ല് വന്ന ഒരാൾക്കേ പണിയിട്ടു. അന്ന് പ്രസിദ്ധനായ എന്റെ നേതാവ് പ്രിയങ്കരനായ KC അബൂബക്കർ മൗലവി പറഞ്ഞു, ഞാൻ അതിനേക്കായി നല്ലൊരു പണി അറിഞ്ഞേല, നെല്ല് ഈ ഒലക്കി ഒരലൊന്നെടുത്ത് കുത്തണ്ട, ഒരുപാട് ആൾക്ക് പണി പോകുന്നല്ലേ നിങ്ങൾ പറയുന്നേ. റൈസ് മില്ല് വന്നാൽ അതിനേക്കാൾ നല്ലൊരു പണിയാ പറഞ്ഞുതരാ. നെല്ല് ഓരോ പിടി പെരയിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് തൊലിച്ചാ മതി, ഒരുപാട് ആൾക്ക് പണിയിട്ടുണ്ടാകും. ഓരോ പിടി വാരിയിട്ട് എല്ലാറ്റിനെയും എതിർക്കുക. നിങ്ങൾ എന്തിനെ എതിർക്കാത്തത്? ആ യൂസുഫ് അലി ലുലുമാൾ ദുനിയാവിൽ മുഴുവൻ തുടങ്ങിയിരിക്കുന്നു. ലുലുമാൾ തുടങ്ങാൻ തടസ്സം നിന്ന ഒരേ ഒരു നാട് കേരള. മുപ്പത് നാട്ടില് CPM പറഞ്ഞു ഇടവഴി കൈയേറിയത്. യൂസുഫ് അലിക്ക് എന്താ ഇടയ ചെല്ലേണ്ടത്? അവിടെ പോയിട്ട് വലിയ വാളുണ്ടാക്കി. യൂസുഫ് അലി പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് പറയാൻ പറ്റൂല, പേര് പറഞ്ഞാൽ മറ്റേ ലുലുമാൾ കത്തും, ഇതേപോലെ പാർട്ടി. അങ്ങനെ ഇവരെ പേടിയാണ്. നമ്മൾ കോൺഗ്രസ് ലീഗ് പേടിക്കില്ല, പിണറായി തന്നെ പച്ചക്ക് പറയും, CPM എന്ന് പച്ചക്ക് പറയും. പലർക്കും പേടി ഉണ്ടാവും. കാരണം എന്താ? മുതലാശം വരും
പേടി തന്നെയാണ്, വിചാരിക്കണ പോലല്ല. ഈ CPI ഒക്കെ എന്ത് പേടിച്ചായി കഴിയണേ അറിയാം. ഒരു മുഴുകുടിയനായ ഭർത്താവിന്റെ അടുക്കൽ മക്കൾ ആലോചിച്ചിട്ട് പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. ആ കോലത്തിലാണ് CPM-ന്റെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെയാണ്, അങ്ങനെയുണ്ട്. ഈ CPI-യുടെ ഒരു നൃത്തം അങ്ങനെയാണ്. പേടിച്ചിട്ട് ചിലർ പറയില്ല, ബഹുമാനം കൊണ്ട് ചിലർ പിണറായിയുടെ പേര് അറിയില്ല, മുഖ്യമന്ത്രി, LDF ലീഡർ, ഇങ്ങനെയൊക്കെ പറയാം. പേര് പറയില്ല. ഞാൻ ആരെയൊന്നും ഉദ്ദേശിച്ചില്ല, എന്നാൽ എല്ലാവരും ഉദ്ദേശിച്ചിട്ടുമാണ്. പേരുണ്ട് പറയാൻ പേടി. എന്താ വെച്ചാൽ അങ്ങനെയാണ്, ബഹുമാനം വന്നാലും പേടി ഉണ്ടാവും, പറയാൻ പേര് തോന്നില്ല. അത് പണ്ടിന്റെ നാട്ടിലെ നബീസാത്ത അത്തഹിയാത്ത് ഓതിയ പോലെയാണ്. നബീസാത്താന്റെ പുതിയാപ്പളുടെ പേര് ഇബ്രാഹിയാക്കാണ്. ഇബ്രാഹിയാക്കാന്റെ എടുത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ വരെ തള്ളക്ക് പേടിയാണ്. വൈദ് ഖാല ഇബ്രാഹിമു പറയുമ്പോ ഇബ്രാഹിയാക്ക് ഇങ്ങനെ നോക്കൂ, അപ്പൊ ഈ തള്ളക്ക് പേടി. ഈ തള്ള അത്തഹിയാത്ത് അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമാണ് പറയണ്ട. അപ്പൊ ഇബ്രാഹിമൊക്കെ ഇങ്ങനെ നോക്കിയ സ്റ്റൂളിൽ ഇരുന്നിട്ട് അപ്പൊ ബേജാറ്. അപ്പൊ കമാ സ്വല്ലൈത അല്ല, ഞങ്ങളോട് ആള് വയലാലിന്റെ കുട്ടികളെ വാപ്പ, അതന്നെ. യഥാർത്ഥത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്? പിണറായിയെ പേടിയാണ് എല്ലാവർക്കും പേടി. ഇപ്പൊ KT ജലീൽ ഇവിടുന്നാണ്ട് പോയ പോലെയല്ല, അവിടുന്ന് പോരൂല. ഇവിടുന്നാണ്ട് പോയ പോലെ അവിടുന്ന് വരാൻ പറ്റൂല. അത് പാർട്ടി വേറെയാണ്. ഈ പ്രദേശത്ത് നല്ലവരായ മാർക്സിസ്റ്റുകാർ മനസ്സിലാക്കണം, ഈ പാർട്ടിയുടെ ഈ പോക്ക് എങ്ങോട്ടാണ്. എന്നോട് വളരെ കൂളായിട്ട് എൻ്റെ ഒരു സഹപാഠി ഇപ്പൊ ഇവിടെ കടുത്ത് കണ്ടു. പൊന്നാനി കോളേജിലൊക്കെ SFIക്ക് വേണ്ടി അടരാടിയുന്ന ആളാണ്. മൈക്കിൽ കൂടിയാണ് ഇത് ലൈവായി പോകണ്ടോ, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് എങ്ങനെയെങ്കിലും എത്തിയ മോശമാണ്. ആ പേര് പറയുന്നത് കൂളായിട്ട് പറഞ്ഞു. എന്താ അറിയാം, പാർട്ടി ലോക്കൽ സെക്രട്ടറി പച്ച പാവായിരുന്നു. ഓന് വാങ്ങണ കാറും കൊട്ടാരം കണ്ടപ്പോ ഞങ്ങളൊക്കെ വെറുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, വോട്ട് ചെയ്തില്ലേ? വോട്ട് ചെയ്തു. ആർക്കാ ചെയ്ത്? ഞാൻ താമരക്ക് ചെയ്തു പറഞ്ഞു. കൂളായിട്ട് പറഞ്ഞു, ഞാൻ താമരക്ക് ചെയ്തു പറഞ്ഞു, മലപ്പുറം ജില്ലയില. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മോശം, വേറെ ചോയ്സ് ഇല്ല. അങ്ങനെ പറഞ്ഞു, വേറെ ചോയ്സ് ഇല്ല. അപ്പൊ ഞാൻ ചോയ്സ് ഇവിടെ ഇല്ലേ? കൈപ്പത്തിയും കോണിയൊക്കെ ഇല്ലേ? ഇല്ല. ഞങ്ങളെ പാർട്ടിക്ക് ഇതുവരെ കിട്ടിയ ക്ലാസ് വെച്ച് ഞങ്ങൾ അഥവാ ഇതിന്ന് തെറ്റിയ പിന്നെ അങ്ങനെ കുത്തും. കോൺഗ്രസിനും ലീഗിനും ചെയ്യുന്ന പണിയില്ല. കോൺഗ്രസ് മുക്ത ഭാരതം, ലീഗില്ലാത്ത പാർലമെന്റ്, ഇതാണ് ഞങ്ങളെ മുറാദ്. എത്ര കാലായി ഇവര് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊക്കെ റേഷനരിക്ക്, ഞാൻ പറയുന്ന ശരിക്കും കേൾക്കണം, 2 റുപ്യല്ല 2 പൈസ കൂട്ടിയാൽ പന്തം കൊളുത്തി പ്രകടനം, കാൽനട ജാഥ, കലക്ട്രേറ്റ് വളയൽ, സെക്രട്ടേറിയറ്റ് നീരൽ, എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടായിന്ന് അറിയോ? ഇപ്പൊ എന്തൊക്കെ ഏതുണ്ട്? നരേന്ദ്രമോദി എല്ലാം വെട്ടിപ്പിടിച്ചു. എല്ലാം കുത്തകൾക്ക് തീരെ എഴുതി. ഒരു പ്രസംഗമില്ലല്ലോല്ലേ? ആണവ കരാർ അറബിക്കടലിൽ, ആസിയാൻ കരാർ അറബിക്കടലിൽ ബോർഡായിരുന്നു നിരത്തി. ഇപ്പൊ ആ ബോർഡ് വെച്ചോടത്തൊക്കെ കുഴിമന്തി ഇവിടെ കിട്ടുന്നുള്ള ബോർഡാണ്. അത്ര ബോർഡ് വെച്ചിരുന്നു നിങ്ങൾ. എന്തെല്ലാം ചെയ്തു നിങ്ങൾ? കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഭാരത് ബന്ദ്, അഖിലേന്ത്യാ പണിമുടക്ക്, ഇന്ന് എന്തെല്ലാം ഉണ്ട്? എല്ലാം തീരെ എഴുതി കൊടുത്തു. മരുന്ന്, കടല്, റെയിൽവേ, പത്രം. മഹാത്മാഗാന്ധിയും മോഡിയും തമ്മിലുള്ള വ്യത്യാസം തൊഴിലാളി വർഗം പഠിക്കണം. അവസാനത്തെ ഒരു ഇന്ത്യക്കാരൻ കുപ്പായമിട്ട് ഞാനൊരു ഷർട്ട് ധരിക്കൂ എന്ന് ശഠിച്ച മഹാനാണ് ബാപ്പുജി. എന്നാൽ 10 ലക്ഷത്തിന്റെ കുപ്പായത്തിന്മേൽ മോഡി 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 എന്ന് എഴുതിയിട്ട് മാഞ്ഞാളം കൊഞ്ചുന്ന നേതാവാ മോഡി. പിന്നെ ഗാന്ധി പാടിയ പാട്ടും മോഡി പാടുന്ന പാട്ടും വേറെയാണ്. ഗാന്ധി പാടിയ പാട്ട് ഈശ്വർ അല്ലാ തേരെ നാം, ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന പാട്ടാണ്. മോഡി പാടുന്ന പാട്ടോ ടാറ്റ ബിർള തേരെ നാം സബ്കോ പെർമിറ്റ് ദേ ഭഗവാൻ. എല്ലാം തീരെ എഴുതി കൊടുത്തു. ഒരു പണിമുടക്കുണ്ടോ? ഇല്ല. ഈ എന്നെങ്കിലും ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച്, ഇപ്പൊ മാർക്സിസ്റ്റുകാർ അങ്ങനെ ധർണയില്ല, പിക്കറ്റിങ്, ജാഥയില്ല. മറ്റേ കോൺഗ്രസ് ഭരിക്കണ സമയത്ത് ഇനിയിപ്പോ UDF ഇവിടെ ഭരിക്കണമെന്ന് നോക്കുന്നുണ്ട്. മൈരിഭാവുമ്പോ കാണാൻ ഒരു 4 ആളുണ്ട് ഇറങ്ങും, ഒരു ചോന്ന കൊടി മുന്നിൽ. എന്നിട്ട് പറയാ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? അപ്പോഴാ നമ്മളറിയാം, അതുവരെ അറിയില്ല. നേരെ മൈരിഭാവുമ്പോ ഇറങ്ങലോടന്നു.
ഇപ്പൊ അതില്ല. ഇപ്പൊ ആകെയുള്ളൊരു സുഖം എന്താ, നിങ്ങൾ ജാഥല്ല എന്നുള്ള സുഖമുള്ളൂ, ധർണയില്ല, പിക്കറ്റിംഗ് ഇല്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഇപ്പൊ എന്തെങ്കിലും ഒരു ധർണ ഉണ്ടോ? അപ്പൊ എന്നോട് എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഇടതുപക്ഷക്കാരൻ പറഞ്ഞ് ഒരു ധർണ ഉണ്ടെന്ന് ദേശാഭിമാനിൽ നോക്കുകൊണ്ട്, ഇനി നാളെ മുതലേ പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ദേശാഭിമാനിയുടെ 17-ാം പേജിൽ മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിൽ ധർണ നടത്തി. എന്താ ധർണ? കേട്ടോളി. ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ റഹീമിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. നോക്കണം, ഇവിടെ ഒന്നും തീപിടുത്തമില്ല. ബ്രഹ്മപുരത്ത് തീപിടുത്തം, സോളാറിന്റെ ഫയല് മാത്രം ഒരു ഉസുറുമില്ലാത്ത കത്തിലെത്തി, വേറെ ഫയലൊക്കെ ഒഴിവായിച്ച്. ആ തീപിടുത്തം ഒന്നൊരു വിഷയമല്ല. നോക്കണങ്ങള്, ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ റഹീമിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ ധർണ നടത്തിയത്. കണക്കിന് പോയാൽ നിങ്ങൾ അടുത്ത പരിപാടി ഇങ്ങനെ ഇക്കാരം കൃഷിക്ക് നാശമാകുന്ന രീതിയിൽ മഴ വർഷിക്കാത്ത കാർമേഘ പടലങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അന്തരീക്ഷത്തിൽ നിന്നൊരു ജാഥ ആരംഭിച്ച് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വയിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? പഴയ വീര്യല്ല, പഴയ സമരമില്ല. കാൽനട ജാഥ 10-ാം ദിവസം 20-ാം ദിവസം പരിപാടിയൊന്നുമില്ല. ഒക്കെ മുതലാളിമാര് സ്പോൺസർ ചെയ്യാം, എല്ലാം മുതലാളിമാര് സ്പോൺസർ ചെയ്യുന്നത്. എന്നിട്ട് മലപ്പുറം ജില്ലയിലെ മന്ത്രി ആരാ? ഈ ലോക്കൽ സെക്രട്ടറിക്ക് എങ്ങനെ സഹിക്കണ്? മലപ്പുറം ജില്ലയിലെ മന്ത്രി ആരാ? ഒന്ന് ജലീലായിരുന്നു. അതിൻ്റെത് കഴിഞ്ഞു. അതിപ്പോ ഔന്നും കരക്കല ചെരുപ്പുമായിരിക്കാം. ഔന്നും കരക്കല ചെരുപ്പിന്റെ പ്രത്യേകത എന്താ? ആ ചെരുപ്പിട്ട് ഒരാളൊരു കല്യാണത്തിന് ഇതുവരെ പോയിട്ടില്ല. അഥവാ ഇഷാർത്തില്ലാതെ ഇട്ടുകാണ്ട് പോയ ഒരു മജ്‌ലിസിൽ അധികം നേരം നിൽക്കൂല, ഇവിടെ തന്നെ ഉൾന്നിടും. ആ ചെരുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മൂന്തായം കട്ട് ചെയ്തതുകൊണ്ട് അത് അവിടെ അല്ലാതെ വേറെ എവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അക്കോലത്തിലായി. പിന്നൊരു മന്ത്രി ആരാ? സഖാവ് ജയൻ. ഇവിടുത്തെ മാർക്സിസ്റ്റുകാർക്ക് അറിയോ? സഖാവ് ജയൻ തന്നെ താനൂരത്തെ പാലോളിയ. പക്ഷെ ആ മനുഷ്യൻ ഇതിന്റെ കൂടെ ഇല്ല. കൂട്ടായി ബഷീർ ഇല്ല, മത്സരിച്ചൊന്നുമില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷവർമ്മയുടെ കമ്പി. ഈ വേവും ചൂടും കൊള്ളൽ ബാക്കി. പിന്നെ എന്തെങ്കിലും ചെറുനാരങ്ങമ്മ നൊറ്റണ നനവല്ലാതെ ഒരു കുളിരും ആ സാധുവിനില്ല. ആ കാലത്തിൽ പോയി. പിന്നെ ആരാ മന്ത്രി? അബ്ദുറഹ്മാൻ. ആരാ അബ്ദുറഹ്മാൻ? CPM ആ? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? അബ്ദുറഹ്മാനെ ന്യൂനപക്ഷ മന്ത്രിയാക്കി. ന്യൂനപക്ഷ മന്ത്രി ചെയ്ത പണി വെക്കണങ്ങള് ഖജനാവ് ഒഴിവ് ഇവിടെ ഒരാൾ അടിച്ചു മാറ്റുമ്പോൾ മൂപ്പര് ചെയ്ത പണി കേന്ദ്രത്തിന് സമയത്തിന് കണക്ക് കൊടുക്കാൻ കഴിയാത്ത കാരണത്താൽ എല്ലാ ഫണ്ടും നഷ്ടപ്പെടുത്തി. മഞ്ഞളാംകുഴിയാലി മനോഹരമായി എത്തിച്ചൊരു വകുപ്പായിരുന്നു ഈ മൈനോറിറ്റി വിഭാഗം. അതിന്റെ ഫണ്ടൊക്കെ നഷ്ടപ്പെടുത്തി. പെണ്ണുങ്ങൾക്ക്, വിധവകൾക്ക് വീടിന് സഹായം ഉണ്ടായിരുന്നു, കിണറിന്, ഈ എന്താ പറയാ, നമ്മുടെ കുട്ടികൾ IAS പഠിക്കാൻ വേണ്ടി സിവിൽ സർവീസ് കോച്ചിങ്ങിന്, ഇങ്ങനൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഒക്കെ നഷ്ടപ്പെടുത്തി. അബ്ദുറഹ്മാനെ കാവലിർത്തിയതാണ് സമുദായത്തിനെ കാക്കാൻ. അബ്ദുറഹ്മാനെ കാവൽ നിർത്തിയത് തമിഴനെ ഗോൾ കീപ്പറാക്കിയ അനുഭവത്തിലാണ്. തമിഴനെ ഗോൾ കീപ്പറാക്കി. എങ്ങനെ? ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഗോൾ കീപ്പർ തലകറങ്ങി വീണു. അപ്പൊ ടീം മാനേജർ പറഞ്ഞ് കളി ഒന്ന് നിർത്തിയേക്കണം എന്നാണ്. ഗാലറിയിൽ വന്നിട്ട് ചോദിച്ചു ഒരു ചങ്ങായിനോട്, ഇതൊന്ന് ഗോളിക്കോ? ഓ പറഞ്ഞു, ഞാൻ കാണാൻ വന്നതാണ്, കളിക്കാൻ വന്നല്ല. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇയാളൊരു സൈക്കിൾ എടുത്ത് കറങ്ങി ഒരു ഗോൾ കീപ്പറെ കിട്ടാൻ. അങ്ങനെ അങ്ങാടിയിലൂടെ വന്ന് മാർക്കറ്റിൽ കൂടി കണ്ട് വരുമ്പോഴാണ് തമിഴ്നാട് ലോറിയിൽ നിന്ന് ചേന ഇട്ട് കൊടുക്കുമ്പോൾ ചാടി പിടിക്കുന്നവരെ അങ്ങനെ കണ്ടത്. ഓനോട് ചോദിച്ചു, എനിക്ക് ഗോൾ കീപ്പർ ആവാൻ കഴിയുമോ? ഓൻ പറഞ്ഞത് ഇറക്കി കഴിഞ്ഞിട്ട് ഇതേമാതിരി ചെയ്യാൻ. അത് ഇറക്കി കഴിഞ്ഞിട്ട് സൈക്കിളിന്റെ പിന്നിലിരുത്തി കൊണ്ടുപോയി പോസ്റ്റ് കൊണ്ടുപോയി നിർത്തി. അങ്ങനെ പോസ്റ്റിൽ നിന്ന് സ്റ്റോപ്പർ അടിച്ച് ബോള് പൊങ്ങി വന്ന് ചേന ചാടി പിടിക്കുന്ന പോലെ ചാടിന്റെ പിടിച്ചിട്ട് ഈ ലോറി കിട്ടുന്ന പോലെ പോസ്റ്റിൽ കൊണ്ടിട്ട് അതോടുകൂടി ആ കളിയൊന്നും മാറ്റില്ല. യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയതും ആ പരുവത്തിലാണ്. ഏതാണ് അതിലൊരു മെച്ചമുള്ള മന്ത്രി ഉള്ളത്?
ഓരോരുത്തരും കണക്കാണ്. പിണറായിയുടെ മധു പറയാണ് ഓരോരുത്തർ. ഇപ്പൊ മറ്റേ ആരോഗ്യമന്ത്രി, പഴയ ആരോഗ്യമന്ത്രി ഇപ്പൊ അടുത്തെന്താ പറഞ്ഞത്? ആ രസം കേൾക്കണ നിങ്ങൾക്ക്. ഞാനൊരു പേരെ പോയി, ശൈലജ ടീച്ചർ പറയാം 3 പെണ്ണുങ്ങളെ കണ്ടു. ഇവിടുത്തെ മാർക്സിസ്റ്റർ കേൾക്കണം. 3 പെണ്ണുങ്ങളെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെ മക്കളെ ഞങ്ങൾ കഴിയണ ഒരു ആൺതോണല്ലാതെ? അപ്പോഴാ പറഞ്ഞത് അവിടുത്തെ ഒരു തള്ള, ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഒരു മോനുണ്ട്. ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പിണറായി വിജയൻ. ഞാനത് കേട്ടിട്ട് എന്റെ ഇവിടുന്ന് ഒരു ജന്തു കൊണ്ട് പാറിയല്ലേ. പിണറായി വിജയൻ പറക്കാതെ പോയ മോന്. ആ പറക്കാതെ പോയ മോനെ കൊണ്ടുള്ള അറാം വെറുപ്പ് കുറച്ചൊന്നുമല്ല കേരളത്തിൽ. ഈ നാടിനെ മുച്ചൂട് നശിപ്പിച്ചു. നാടിന്റെ നന്മകളെല്ലാം കഴിഞ്ഞു. എന്തെല്ലാം നന്മകൾ ഈ കേരളത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കിട്ടിയതൊക്കെ കുറുവടിയാക്കി ചെത്തി എനിക്ക് അതിന്റെ പിന്നാലെ അടക്കും. അപ്പൊ ആ ഷാഫി പറമ്പിൽ നിന്ന് ഒതുക്കാൻ വിചാരിച്ചു. കാഫിർ പ്രയോഗം പാളി. ഇന്ന് സന്ദീപ് വാര്യർ ഇറങ്ങിക്കുന്ന മണ്ഡലത്തിൽ നമ്മൾ നേരത്തെ തുടങ്ങിയാണ്. ഞാനിവിടെ ഉള്ളവരോട് പറയാണ്, മക്കളെ 545 സീറ്റാണ് ഇന്ത്യയിൽ. 545, 272 പകുതി. ആ 273 കിട്ടിയാൽ ഈ ബലാലും വണ്ടിയും തീരും. അവിടെ കിട്ടുന്നില്ല. ഇനി കാത്തിക്കണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ. ദോർന്നോളി നന്നായിട്ട്. ഇപ്പോ ഈ അഖിലേഷ് യാദവ്, മറ്റേ യാദവ് ഇവരൊക്കെ ഈ മോഡിനേറ്റ് ചില തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ട്. ഈ SIR വരുന്നതോടുകൂടി ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനം മറ്റൊക്കെ പാടായിട്ട് ചിലപ്പോൾ ഒരു വസാത്തിയറിനായി രണ്ടിടത്തായി കിട്ടിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും അത്ഭുതപ്പെടാനില്ല. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് സ്കെച്ച് തേടിക്കോളി. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കേരളത്തിൽ ഈ ദുരിതമുണ്ട്. എന്താ കാരണം? 140 സീറ്റാണ്, 70 പകുതി. 71 കിട്ടിയ അയ്യ രക്ഷപ്പെട്ട് ഇല്ലേ? ഈ ദുരിതം ഇന്നും സഹിക്കാം. അപ്പൊ ആ നിൽക്കുന്നത് ആരായാലും വേണ്ടില്ല, കണ്ണിമ്പി വോട്ട് ചെയ്യണം. ഞാൻ വിചാരിച്ച ആളല്ലാന്നൊന്നും പിന്നെ പറയാൻ പാടില്ല. എണ്ണും കൊണ്ട് തെയ്യണം 71. അവിടെ ഓനാകും പിന്നാകും വിചാരിച്ച് നിൽക്കരുത്. ഇനി മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് വാട്സപ്പിൽ ഇപ്പൊ തന്നെ ഇടണ്ട. വാട്സപ്പിൽ ആരോ വരട്ടെ, X or Y, രമേശ് ചെന്നിത്തല ആവാം, VD സതീശനാവാം, പിന്നെ സുധാകരനാവാം, അതുപോലെ ശശി തരൂരാവാം, ആർക്കും ആവാം. കോൺഗ്രസിൽ അത്രയും കെൽപ്പുള്ള, കഴിവുള്ള, ക്വാളിഫിക്കേഷനുള്ള ധാരാളം മുഖ്യമന്ത്രിമാരുണ്ട്. പിണറായി വിജയൻ മാത്രമേ അപ്പുറത്തുള്ളൂ എന്നാ അവര് പറയുന്നത്. നാട്ടുകാർ പറഞ്ഞത് അയാൾ അതിനും പറ്റൂല എന്നതാ. എണ്ണ എത്ര ഉണ്ടെന്നുള്ളതല്ല, ഇന്നോനാവണം തന്നെ വാശി കൂടണ്ട. ആദ്യം നമ്മളുണ്ട് ജയിച്ച്, നമ്മളുണ്ട് നിലക്കണം. ബാക്കി പിന്നെ അതുകൊണ്ട് കുഞ്ഞാപ്പൂനെ നോമ്പ് കൽപ്പിച്ച പോലെ. കുഞ്ഞാപ്പൂന് 60 വയസ്സായി. വയസ്സാനായിക്കിന് നോമ്പ് വെച്ചിട്ടില്ല. മഹല്ല് കമ്മിറ്റി പറഞ്ഞു കുഞ്ഞാപ്പൂനോട് നോമ്പ് വെൽക്കണം. അങ്ങനെ ആയാൽ പറ്റൂല, ഉയ്യക്ക് കാലിട്ടാനായി. ഉമ്മാനോട് പറഞ്ഞ് ഉറിയിലുള്ളതൊക്കെ എടുത്തേക്കണം. നവൈത്തു സോമവതി നിങ്ങൾ നെയ്യത്തിച്ചു കൊടുക്കുക. മഹല്ല് കമ്മിറ്റി പകല് നോക്കുന്നതാണ്. അംബാസഡർ കാറിൽ പ്രസിഡന്റ് സെക്രട്ടറി കയറി ഇരുന്നിട്ട് കുഞ്ഞാപ്പൂനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞാപ്പൂ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് രാവിലെ 11:30 ആകുമ്പോൾ ലോഹറിന്റെ മുമ്പായിട്ട് പള്ളിക്ക് വന്നിരുന്നു. ഓതൂർക്കാൻ ചെന്നപ്പോ അവന്നുംകരക്കെ തന്നെ നിൽക്കുകയാണ്. കാരണം അവിടെയുള്ള വെള്ളം തോനുള്ളത്. നടാർത്ത നോമ്പാണ്. ഒരു 12:30 ആയപ്പോ ബാങ്ക് കൊടുക്കണം. നേരായപ്പോ അവന്റെ പള്ളന്റെ ഉള്ളിൽ ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ ഇങ്ങനെ തുടങ്ങി. കുഞ്ഞാപ്പൂ 4 ഭാഗത്തേക്ക് നോക്കുമ്പോ ആളിങ്ങനെ പിന്നെയും വരിക. നോമ്പാണ് കാലം. ഓൻ പറഞ്ഞ് ഇതിന്നെ പിടിക്കാൻ തന്നെ എന്ന് തോന്നിപ്പോയി. നിസ്കാരം കഴിഞ്ഞപ്പോ സലാം വീട്ടിലേക്ക് തന്നെ കഴിച്ചില്ലായി. ഉള്ള ആവതിന് പുറത്തിറങ്ങിയിട്ട് ആരുമില്ല എന്നുള്ള താപ്പ് നോക്കിയിട്ട് അങ്ങനെ പാത്തും പതുങ്ങിയും കഴിഞ്ഞപ്പോഴാണ് ഒരു 3:30 മണി വരെ ആലിന്റെ യോട്ടും അവിടെ ഇവിടെ ഇരുന്നിട്ടും കുട്ടികൾ കോട്ട് കളിക്കണോടത്ത് ഇരുന്നിട്ടൊക്കെ നേരെ ഇങ്ങനെ നോക്കി. കാണുന്നവരോടൊക്കെ ചോദിക്കും, എൻ്റെ വാച്ച് നടക്കുമോ, എത്ര അയക്കണം, അന്ന് ചോദിക്കൽ തുടങ്ങി. ആ കുഞ്ഞാപ്പൂ എന്ത് ചെയ്തെന്നറിയാം? ഒരു 4, 4:45, 5, 5:30 ആയപ്പോ എന്ത് ചെയ്ത് ഒരു ഹോട്ടലിൽ കണ്ടു കഴിഞ്ഞു. ഇതന്നെയാണ് താപ്പൂന്ന് വിചാരിച്ചു. മഹല്ല് കമ്മിറ്റി വളഞ്ഞിട്ട് പിടിക്കാൻ മതിലെടുത്ത് ചാടിയപ്പോ ഹോട്ടലിന് പിന്നീട് കൂടി അങ്ങേപ്പുറത്തേക്ക്. അവിടെ ചെന്നപ്പോണ്ട് ബക്കറ്റില് വെള്ളം കോരാണ്. മഹല്ല് കമ്മിറ്റി പറഞ്ഞ പോത്ത എത്ര പോരൂലേ, ഒരു നോമ്പല്ലേ എൻ്റെ അമ്മാൻ്റെ ഞങ്ങളൊക്കെ ഒരു ആഗ്രഹം, ഒരു നോമ്പ് നിലനിർത്താൻ ഒറ്റ നോമ്പല്ലേ. കുഞ്ഞാപ്പൂ ബക്കറ്റ് അവിടെ വെച്ചിട്ട് പറഞ്ഞു,
കുറെ ദിവസമായി എൻ്റെ ഉമ്മി നിങ്ങൾ കമ്മിറ്റിക്കാരും കൂടി നോമ്പ് നിലനിർത്തുക. ആദ്യം കുഞ്ഞാപ്പൂ നിലനിൽക്കുമോ നോക്കട്ടെ ആയിരുന്നു. കുഞ്ഞാപ്പൂ നിലനിന്നിട്ടാണ് ഇനി നോമ്പ് എന്ന പോലെ ആദ്യം നമ്മൾ നിലക്കണം. നമ്മളുണ്ട് ജയിച്ചു വരണം. 71 മേലേക്ക് കിട്ടും. മുതല് നമ്മളെ കയ്യിലുണ്ട്. 20 പാർലമെന്റ് സീറ്റിൽ 19 ആരെടുത്താ? നമ്മളെടുത്താ. 14 ജില്ലാ പഞ്ചായത്തിൽ പകുതി നമ്മളെടുത്താം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളെടുത്താം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് 500 ചില്ലാന് നമ്മളെടുത്താം. 300 ചില്ലാന് അവരെടുത്തുള്ളൂ. നോക്കണങ്ങള്. കോർപ്പറേഷൻ ആകെ 6 4 നമ്മളെടുത്താം. 1 അവരെടുത്തുള്ളൂ. മുതലുണ്ട്. ഇവിടെ ആരാണ് വന്നത് നോക്കണ്ട. UDF ഒരാളെ തീരുമാനിച്ച കണ്ണും ചിണ്ടി. നേരത്തെ പരപ്പനങ്ങാടിയിലെ വല്യമ്മ പറഞ്ഞ പോലെ പാണക്കാട്ടെ തങ്ങൾ എവിടെ കുത്താൻ പറഞ്ഞോ കുത്തുക. കോൺഗ്രസിലെ തങ്ങളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി പറഞ്ഞിടത്തും കുത്തുക. വേറെ ഒരു വർത്താനമില്ല. നമ്മൾ ജയിച്ചിട്ട് കയറണം. ജയിച്ചു വന്നാലും ഞാൻ രക്ഷയുള്ളൂ. ഇല്ലെങ്കിലോ ഈ ദുരിതം കുറച്ചും കൂടി നമുക്ക് ഒരു 5 കൊല്ലം കൂടി സഹിക്കാം. JCB ഇവിടുന്ന് പൊളിക്കുക ഒരു തലക്കെന്ന്. നമ്മളെ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക. അടുത്ത രാഹുൽ ഗാന്ധിനെ ഇക്കാരം. പാണക്കാട്ടെ തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ അപകടകാരിയായ വർഗീയവാദി എന്ന് വരെ അവർ പറഞ്ഞു കഴിഞ്ഞു. ആര് എന്തും ചെയ്യാം. നമ്മൾക്ക് നേതൃത്വം നൽകണ കുഞ്ഞാലിക്കുട്ടിനെയും ചെന്നിത്തലിനെയും VD സതീശിനെയും ഒക്കെ പിടിച്ച് കൂട്ടിലിട്ട പിന്നെ കൂട്ടം തെറ്റിയ ആട്ടും പറ്റത്തെ പോലെ നമ്മളും ആവും. അപ്പൊ എന്താ വേണ്ടത്? എല്ലാ അഭിപ്രായ വ്യത്യാസവും മാറ്റി വെച്ചിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുക. നമ്മൾ തൂക്കാൻ കൊണ്ടുപോവുക. അങ്ങനെ മുമ്പ് ഒരു ബസ്സിൽ 100 ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയി. 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക. അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞടി. എന്തിനറിയോ? സൈഡിലെ സീറ്റിലിരിക്കാൻ. പിന്നെന്ത് സൈഡാണ് അവിടെ? ഒക്കത്തിന് സൈഡാക്കാൻ കൊണ്ടുപോവുക. അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്ത് മുതലുണ്ട്. മാത്രല്ല ഇവിടുത്തെ മാർച്ച് സ്റ്റേജ് ഉറപ്പാണ്. പ്രസംഗം വിട്ടുന്ന് കേൾക്കുന്നുണ്ട്. ഓലൊക്കെ നമ്മളൊപ്പുണ്ട്. ഈ പാർട്ടി ഈ പോക്ക് പോയാൽ അവസാനം പതക്കാണെങ്കിൽ ഒരു സഖാവിന് ഒരു ചെങ്കൊടി ഉണ്ടാവില്ലാന്ന് ഉറച്ച് വിശ്വസിച്ചതുകൊണ്ട് നമ്മളെക്കാളും കൂടുതൽ ഈ പെട്ടി, നമ്മൾ അളിയന്റെ പെട്ടി കാത്തിരിക്കണ പോലെ മാർച്ച് സ്റ്റേജ് അടുത്ത നിയമസഭയിലെ ഈ പെട്ടി തുറക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ അതിന് അവര് നമ്മളെ കൂടെ നിൽക്കും. അതാണ് വടകരയിലൊക്കെ കണ്ടത്. വെറുതെ ഒന്നല്ല. കാരണം ഇവരിങ്ങനെ മുദ്രാവാക്യം വിളിക്കും. ഓരോ തുള്ളി ചോരയിലും 1000 പേര് ഉയരുന്നു. അതിപ്പോ ഇവിടെയാണ്. അപ്പൊ ഷാഫി പറമ്പിലിന്റെ മൂക്ക് അടിച്ചു പൊട്ടിച്ച് ഓരോ തുള്ളി ഇങ്ങനെ എത്തിയപ്പോ അവിടെ 1000 അല്ല 1,00,000 ഉയർന്നത്. അങ്ങനെ ഉയരും. എന്നിട്ടിപ്പോ ആ ഷാഫി പറമ്പിലിന്റെ മൂക്കുമെന്ന് ചോര വന്നപ്പോ ഇവരെന്താ പറഞ്ഞിരുന്നത്? അത് ഷാഫിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്തോ പൊട്ടിയതാണ്. ആ ഷാഫിയുടെ മൂക്കിന്റെ പാലം തകരാൻ കാരണം KSU എറിഞ്ഞതാന്ന് വരെ പറഞ്ഞു. ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ പാലം തകരാൻ കാരണം ഈ പാലം ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് നിർമ്മിച്ചതാന്നേറ്റ് പറയുമെന്ന് പേടിച്ചിരിക്കുകയാണ്. പൊന്നാര മക്കളെ, ഈ ദുരിതം കേരളത്തിൽ നിന്ന് അകറ്റണം. അതുകൊണ്ട് പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങളെ പലതവണ പലതും പറഞ്ഞ് പറ്റിച്ച പാരമ്പര്യമുള്ള പാർട്ടിയായ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ജനാധിപത്യ ചേരിക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ നിയമസഭയിലേക്ക് അയക്കാൻ ഈ പൊതുയോഗം ഉപകരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് UDF. കളമ്പഴവാട് UDF കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗവും ജനപ്രതിനിധികളുടെ സ്വീകരണവും ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഷബീർ വാഫിയെ ആദരവ് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ KP ഇസ്മായിൽ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റു മഹത് വ്യക്തിത്വങ്ങൾ, അതിലൊക്കെ ഉപരി ഇനിയൊരു സംസാരത്തിന് മറ്റോ ഒന്നും ഒരു ഇടം നൽകാതെ ഔപചാരികതയ്ക്ക് മാത്രം വഴിമാറി തരുന്ന രീതിയിലുള്ള ഒരു മികച്ച പ്രഭാഷണം നമുക്ക് ഈ വേദിയിൽ ഒരുക്കി തരികയും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളെയും ഒക്കെ അകറ്റി മാറ്റുകയും ചെയ്ത ബഹുവന്യ